ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവസ്തുതിയുടെ നൈരന്തര്യത്തെ പറ്റി ഓർമ്മിപ്പിച്ചുകൊണ്ട് 26ാമത് അടൂർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത നിലയ്ക്കൽ മെത്രാസനാധിപനും പരിശുദ്ധ സഭയുടെ ഫിനാൻസ് കമ്മിറ്റി ചെയർമാനുമായ അഭിവന്യ ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് തിരുമേനി, യോഗാധ്യക്ഷൻ വന്യനായ ജോർജ് വർഗീസ് അച്ഛൻ ഉൾപ്പെടെ, വന്യനായ കോറപ്പീസ്കോപ്പാച്ചൻ ഉൾപ്പെടെ ഇവിടെ ആയിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠർക്കും, ദൃശ്യമാധ്യമ പരിധിയിലൂടെ ഉൾപ്പെടെ തിരുവചനം ശ്രവിക്കുന്ന എല്ലാവർക്കും സ്നേഹാദരവുകളും നന്മകളും നേരുകയാണ്. ദീർഘമായ ഒരു ആമുഖത്തിന്റെ അകമ്പടിയൊന്നും കൂടാതെ തിരുവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബ്രിങ് ബാക്ക് മൈ ഫാദർ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ഈ കലാസൃഷ്ടികളൊക്കെ ജീവിതത്തിന്റെ പ്രതിഫലനങ്ങളാണ്. ഇപ്പൊ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വാക്ക് ഇവാക്യുവേഷൻ എന്ന് പറയുന്ന പദമാണ്. ഉക്രൈനിൽ നിന്ന് ജനത്തെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയും, നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ കലകളിൽ നിന്നും ഒക്കെ മൂല്യങ്ങൾ ഇവാക്യുവേറ്റ് ചെയ്യുന്ന ഒരു കാലം കൂടിയാണ്. സോ ഇറ്റ് ഈസ് ദ ഏജ് ഓഫ് ഇവാക്യുവേഷൻ. കുടിയൊഴിപ്പിക്കലിന്റെ കാലമാണ്. മൂല്യങ്ങളൊക്കെ കുടിയിറങ്ങി പോകുന്നൊരു കാലമാണ്. അപ്പോൾ ഇപ്പോഴത്തെ സിനിമകളിലൊക്കെ മൂല്യങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സിനിമയുടെ പ്രത്യേകത, നമ്മുടെ നിത്യജീവിതവുമായി വളരെ ബന്ധപ്പെട്ട നിരവധി ആശയങ്ങൾ അതിൽ കാണാൻ കഴിയും. അതിലെ ഹൃദ്യമായൊരു രംഗമുണ്ട്. വളരെ പ്രായമുള്ളൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പഴയ പെട്ടി വലിച്ചെടുക്കുകയാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ ചില സാധനങ്ങൾ ഇരിപ്പുണ്ട്. പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ചില ട്രങ്കുകളൊക്കെ പെയിന്റ് അടിച്ച, അല്ലെങ്കിൽ തടിപ്പെട്ടികൾ, കാൽപ്പെട്ടികളൊക്കെ വെച്ചിരിക്കുന്ന ഒരു ഓർമ്മ. ഇതൊക്കെ നമ്മുടെ ഗൃഹാതുരത്വം ഉണർത്തുന്നതാണ്. അപ്പൊ ഈ സിനിമയിൽ ഈ മനുഷ്യൻ ഇത് തുറന്നു വെച്ചിട്ട് അതിനിങ്ങനെ പരുതുമ്പോൾ ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഇപ്പൊ നമ്മുടെ ഓർമ്മയിൽ വന്ന് കാണും. അതിൽ കുറച്ച് ഭാഗമൊക്കെ ചിതലരിച്ചു പോയിട്ടുണ്ട്. ഈ ചിത്രം ഇങ്ങനെ കയ്യിലേക്ക് വെച്ചിട്ട് അദ്ദേഹം കുറച്ചു നേരം നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു. ജനാലയ്ക്ക് പുറത്തേക്ക് അദ്ദേഹം കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ചെറുപ്പക്കാരനായ മകൻ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. സങ്കടത്തോടെ ആ പടം മകനെ കാണിച്ചിട്ട് പറഞ്ഞു, മോനെ, ഇതെന്റെ അപ്പനാണ്. ഈ ചിത്രം പകുതി ചിതലടിച്ചു പോയി. ഇതൊന്ന് മുഴുമിച്ചു തരാൻ നിന്റെ സാങ്കേതിക വിദ്യകൾക്ക് കഴിയുമോ? ഇതൊരു ശക്തമായ ചോദ്യമാണ്. നമ്മുടെ ഉള്ളിൽ അപ്പനെ കുറിച്ചുള്ള ബോധ്യം പകുതി ചിതലരിച്ച ഒരു കാലത്തിന്റെ നടുവിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പിതാവെന്ന് പറയുന്ന പദം തന്നെ പുതിയ വ്യാഖ്യാന ശൈലി കൊണ്ട് നമ്മൾ പൂരിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇതറിയപ്പെടുന്നത് ഡോണർ എന്നാണ്. ധാരാളം ചെറുപ്പക്കാര് കല്യാണം കഴിക്കാതെ നിൽപ്പുണ്ട്. അവർ പറയുന്നു, ഞങ്ങൾക്ക് കല്യാണത്തിന്റെ ബന്ധനങ്ങളൊന്നും വേണ്ട, പിന്നെ ഒരു കൊച്ചിനെ വേണോ? ഡോണേഴ്സ് ഇഷ്ടം പോലുണ്ട്. അതുകൊണ്ട് അപ്പനെന്ന് പറയുന്ന പുതിയ കാലത്തിന്റെ ചിത്രം എന്ന് പറഞ്ഞാൽ സ്പേം ഡൊണേറ്റ് ചെയ്യുന്ന ആരോ അവനാണ് എന്നറിയപ്പെടുന്നത് അപ്പൻ. ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, എന്ത് വിളിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന്. ഒരപ്പനെ കുറിച്ചുള്ള നല്ല ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ നിറച്ചു തരുന്ന പ്രാർത്ഥനയാണ് അത്. അതുകൊണ്ടാ അപ്പനെ പറ്റി കുറിക്കുന്ന സുന്ദരമായൊരു ചിന്തയുണ്ട്. ആ ചിന്ത ഇങ്ങനെ: ദ ഹാർട്ട് ഓഫ് ഫാദർ ഈസ് ദ മാസ്റ്റർ പീസ് ഓഫ് നേച്ചർ. The heart of father is the masterpiece of nature. ഒരപ്പന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലെ ഏറ്റവും മാസ്റ്റർ പീസാണ്. അതുകൊണ്ടാണ് ദൈവസന്നിധിയിൽ നമ്മൾ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. എന്താ പ്രാർത്ഥിക്കുന്നത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം
4-ാം അധ്യായം 6-ാം വാക്യം അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. നമ്മൾ ആരാണ്? മക്കളാണ്. അപ്പൊ എല്ലാ മക്കളും ഓർക്കണം? മാസ്റ്റർ പീസായ ഹൃദയത്തെ ഓർക്കണം. അങ്ങനെ ഓർക്കുമ്പോൾ നമുക്ക് എന്ത് വിളിച്ച് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാൻ കഴിയും? സ്വർഗസ്ഥനായ പിതാവേ എന്ന്. ഇന്ന് ഈ സന്ധ്യക്ക് നമ്മൾ ഒരപ്പനെ ധ്യാനിക്കാൻ പോവുകയാണ്. ആ അപ്പന് ചിലതൊക്കെ നമ്മളോട് പറയാനുണ്ട്. ആ അപ്പന് നമ്മുടെ ജീവിതത്തോട് ചിലതൊക്കെ സംസാരിക്കാനുണ്ട്. ഒരു ബ്ലോഗ് എഴുത്തുകാരൻ കുറിക്കുന്നത് ഇങ്ങനെയാണ്: വായിച്ചതിൽ ഏറ്റവും നല്ല പുസ്തകം അമ്മയാണ്, പക്ഷേ അത് വായിക്കാൻ വെളിച്ചം തന്നത് അപ്പനാണ്. എത്ര ഹൃദ്യമായ വാക്കുകളാ! ഞാൻ വായിച്ചതിൽ ഏറ്റവും നല്ല പുസ്തകം ആരാണ്? അമ്മയാണ്. പക്ഷേ അത് വായിക്കാനായിട്ട് വെളിച്ചം തന്നത് ആരാണ്? അപ്പനാണ്. ഒരുപക്ഷെ ഞാൻ പറയും, പരിശുദ്ധ സഭയിൽ ഏറ്റവും അധികം വായിച്ച പുസ്തകമാണ് ആര്? മറിയം, അല്ലേ? മറിയം എന്ന് പറയുന്ന അപ്പനെ വായിക്കാൻ നമുക്ക് വിളക്ക് കൊളുത്തി തന്ന അപ്പൻ ആരാണ്? ആരാ? യൗസേപ്പ്. വിശുദ്ധ സഭയിൽ ഏറ്റവും അധികം വായിച്ച പുസ്തകമാണ് മറിയം എന്ന് പറയുന്ന അമ്മ. ആ അമ്മയെ വായിക്കാൻ വെളിച്ചം തന്നത് ആരാണ്? അപ്പനാണ്. ഈ അച്ഛനെന്നും അപ്പനെന്നും നമുക്ക് പറയാം. അതുകൊണ്ടാ അപ്പനെ പറ്റി കുറിക്കുന്ന മനോഹരമായ ഒരു കവിത കൂടിയുണ്ട്. പൊള്ളുന്ന വെയിലേറ്റ് തണലേകിയ വൃക്ഷം. നോക്കിക്കേ, ഓരോ വീട്ടിലെ അപ്പന്മാരെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മുടെയൊക്കെ അപ്പനെ നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. പൊള്ളുന്ന വെയിലേറ്റ് തണലേകിയ വൃക്ഷം, ഒറ്റ നോട്ടം കൊണ്ട് ശാസിക്കുകയും ലാളിക്കുകയും ചെയ്യുന്ന മഹാത്ഭുതം. ഒറ്റ നോട്ടം കൊണ്ട്, അല്ലേ? അപ്പനൊരു നോട്ടം നോക്കിയാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇപ്പോഴും നമുക്കറിയാം. കാരണം എന്താ? നോക്കിയ നോട്ടം നമ്മുടെ ഹൃദയങ്ങൾ വരച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ആ കവി കുറിക്കുകയാണ്: ഉള്ളിൽ കരയുമ്പോഴും പുറമേ ചിരിച്ച് ഉയിര് വിയർപ്പാക്കിയ പരാതികളില്ലാത്ത മനുഷ്യൻ. നമ്മളൊന്ന് ഓർത്ത് നോക്കി, ഒരു വീട്ടിൽ ഞാൻ പറയും ഏറ്റവും കുറച്ച് പരാതി പറയുന്ന ഒരാളാണ് ആര്? അപ്പൻ. കാരണം മക്കൾക്ക് 4-5 ഷർട്ട് എടുത്ത് കൊടുത്താലും കീറിയ ഷർട്ട് ഇട്ടുകൊണ്ട് ആത്മസംതൃപ്തി അടയുന്നവൻ്റെ പേരാണ് എന്നെന്ന് പറയുന്നത് അപ്പൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാത്രി യേശുവിൻ്റെ അപ്പനിലേക്കാണ് നമ്മൾ ശ്രദ്ധ തിരിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 55-ാം വാക്യം അവിടെ പറയുന്നുണ്ട്, ഇവൻ തച്ചൻ്റെ മകനല്ലയോ? ഇവൻ്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവൻ തച്ചൻ്റെ മകനല്ലയോ? ഇവൻ്റെ അമ്മ മറിയ എന്നവളല്ലയോ? പ്രിയപ്പെട്ടവരെ, പരിഹാസ രൂപത്തിലാണ് ഒരു സമൂഹം ക്രിസ്തുവിനോട് ഇത് പറയുന്നതെങ്കിലും ക്രിസ്തു തന്റെ പ്രശംസയാക്കിയാണ് അത് ഏറ്റെടുക്കുന്നത്. അതിൻ്റെ ഏറ്റവും മനോഹാരിത കാണണമെങ്കിൽ ഒരു പാരമ്പര്യത്തിലേക്ക് നമ്മളൊന്ന് ചെല്ലണം. എവിടെയാണെന്നറിയാമോ? കർത്താവിൻ്റെ തിരുവത്താഴ മേശയിലേക്ക്. കർത്താവിൻ്റെ തിരുവത്താഴ മേശ പണിഞ്ഞതാരാന്നറിയാമോ? പാരമ്പര്യം പറയുന്നത് ആരാണ്? യൗസേപ്പ് പിതാവാണ്. യൗസേപ്പ് പിതാവാണ് ക്രിസ്തുവിന്റെ തിരുവത്താഴ മേശ പണിതത്. ഞാൻ പറയും, ഒരു മനുഷ്യന്റെ കോൺഫിഡൻസ് ഏറ്റവും ചോർന്നു പോകുന്ന ഇടം കൂടിയായിരുന്നു ഏത്? കർത്തൃമേശ. കാരണം എന്താ? കൂടെ കൊണ്ട് നടന്ന് പോറ്റിയ കൂട്ടത്തിലെ ലീഡർ തന്നെ തള്ളിപ്പറയുമെന്ന് മനസ്സിലാക്കിയ ഇടം കൂടിയായിരുന്നു ഏത്? കർത്തൃമേശ. കൂടെ കൊണ്ട് നടന്ന ഒരുവൻ എന്നെ ഒറ്റുകൊടുക്കുമെന്ന് പറഞ്ഞാൽ ട്രസ്റ്റിയും ലീഡറും ഒറ്റുകൊടുക്കുമെന്നും തള്ളിപ്പറയുമെന്നും തിരിച്ചറിഞ്ഞ ഇടമായിരുന്നു ഏതെന്നറിയപ്പെടുന്നത്? ഈ മേശ എന്നറിയപ്പെടുന്നത്. ഒരു മനുഷ്യന്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകുന്ന ഇടം. അവിടെ ക്രിസ്തുവിന് കോൺഫിഡൻസ് കൊടുത്ത ടേബിളാണ് ഏത്? അപ്പം പണിത കർത്തൃമേശ. അതുകൊണ്ട് ഞാൻ അതിന് പറയുന്ന പേര് ഇതാണ്, ഇറ്റ് ഈസ് ദ ടേബിൾ ഓഫ് കോൺഫിഡൻസ്. ആത്മവിശ്വാസത്തിന്റെ മേശയാണ് കർത്തൃമേശ. മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. കാരണം കൂടെ നടന്നവൻ ഒറ്റുകൊടുക്കുമെന്നും കൂടെ നടന്നവൻ തള്ളിക്കളയുമെന്നും തിരിച്ചറിയുന്ന നിമിഷം പോലും അവരെ ചേർത്ത് പിടിച്ച് ആത്മവിശ്വാസത്തോടെ
ആ കർത്തൃമേശ ഒരുക്കാൻ ക്രിസ്തുവിന് കോൺഫിഡൻസ് കൊടുത്തത് അത് ആര് പണിത മേശ കൊണ്ടുകൂടിയായിരിക്കണം? യൗസേപ്പ് പിതാവ് ചെയ്ത ആ നന്മ കൊണ്ടുകൂടിയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കൾക്ക് ഈ കോൺഫിഡൻസ് കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അവർ ജീവിതത്തിൻ്റെ മേശ ഒരുക്കുന്നത് അപ്പനും അമ്മയും കൊടുക്കുന്ന കോൺഫിഡൻസിൻ്റെ പുറത്തല്ലേ? അവിടെ ഒറ്റുകൊടുക്കലുകാർ കാണും, തള്ളിപ്പറയലുകാർ കാണും. എന്നാൽ അത്തരം ഒരു തലത്തിൽ നിന്നുകൊണ്ട് ജീവിതത്തിൻ്റെ നല്ലൊരു മേശയൊരുക്കാൻ നമ്മുടെ പുതിയ തലമുറയ്ക്ക് കഴിയണമെങ്കിൽ യൗസേപ്പ് പിതാവ് ഒരുക്കിയതുപോലെ ഒരു കോൺഫിഡൻസിന്റെ ടേബിൾ ഒരുക്കാൻ നമ്മുടെ മക്കൾക്ക് സമ്മാനിക്കാൻ ആർക്ക് കഴിയണം? നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അവിടെയാണ് ഈ ചലഞ്ച് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ യൗസേപ്പ് പിതാവ് നൽകുന്ന ഒന്നാമത്തെ പാഠം ഇതാണ്: അദ്ദേഹം ബോധ്യങ്ങളാൽ രൂപപ്പെട്ട വ്യക്തിത്വമായിരുന്നു. ബോധ്യങ്ങളാൽ രൂപപ്പെട്ട വ്യക്തിത്വമായിരുന്നു. ഊഹങ്ങളും സന്ദേഹങ്ങളുമല്ല, ബോധ്യങ്ങളാണ് അദ്ദേഹത്തെ നയിച്ചത്. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മളൊരു കപ്പൽ യാത്രയ്ക്ക് പോവുകയാണ്. കപ്പലിന്റെ നാവികന്, പ്രധാനപ്പെട്ട ആൾക്ക് ഊഹത്തോടെ കപ്പൽ ഓടിച്ചാൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുമോ? പറ്റത്തില്ല. ഈ കുറച്ചു നാൾ മുമ്പ് ഗവി തേടിപ്പോയ ഒരു കുടുംബം ഗൂഗിൾ സെർച്ച് ചെയ്താണല്ലോ പോയത്, അല്ലേ? കുറച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ ഗൂഗിളിൽ പറയുന്ന എന്താണെന്ന് ഒരു നിമിഷം ഒന്ന് വിട്ടുപോയി. അതോടുകൂടി ഒരു വഴി അങ്ങ് വിട്ടുപോയി. അവർ ചെന്ന് കയറിയത് എവിടെയാണ്? കാടിന്റെ നടുവിലാണ്. ഊഹങ്ങളും സന്ദേഹങ്ങളും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ആശയക്കുഴപ്പങ്ങളിലേക്കാണ്. അതുകൊണ്ട് ഒരു കുടുംബത്തെ നയിക്കാൻ ഊഹം കൊണ്ട് പറ്റത്തില്ല. പിന്നെ എന്തു തന്നെ വേണം? ബോധ്യം തന്നെ വേണം. ബോധ്യമില്ലാത്തവർക്ക് ഒരു കുടുംബത്തെ നയിക്കുവാനായിട്ട് പറ്റുകയില്ല. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 17 മുതൽ 27 വരെയുള്ള വാക്യത്തിൽ ഈ മനുഷ്യന്റെ ബോധ്യം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതിലെ 20-ാമത്തെ വാക്യം, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 20-ാം വാക്യം, അവിടെ പറയുന്നുണ്ട്: കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യൗസേപ്പേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട. അപ്പൊ എന്താണ് ബോധ്യം? എന്താണ് ബോധ്യം? ബോധമുള്ളവനെ എന്തുണ്ടാകത്തുള്ളൂ? ബോധ്യം ഉണ്ടാകത്തുള്ളൂ. സന്ധ്യയാകുമ്പം ബോധമില്ലാത്ത അപ്പനെ എടുത്ത് അകത്ത് കിടത്തുന്ന മക്കൾക്ക് അപ്പന്റെ ബോധ്യം എന്താണെന്ന് നന്നായിട്ടറിയാം. ബോധ്യമുള്ളവന് എന്താ ഈ ബോധ്യം? ബോധ്യം എപ്പോഴാണ് ഉണ്ടാകുന്നത്? ദൈവവുമായി കൂടിയാലോചന നടത്തുമ്പോഴാണ് ഒരു ഭക്തന്റെ ജീവിതത്തിൽ എന്തുണ്ടാകുന്നത്? ബോധ്യം ഉണ്ടാകുന്നത്. ചുമ്മാതല്ല. ഒരു ഭക്തന്റെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ബോധ്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ കൂടിയാലോചന നടത്തേണ്ടത് ആരുമായിട്ടായിരിക്കണം? ദൈവവുമായിട്ടായിരിക്കണം. അതുകൊണ്ട് അന്നേരം നമ്മുടെ മനസ്സിലെ വിചാരങ്ങൾ, പൊടിപടലങ്ങളൊക്കെ നീങ്ങി ബോധ്യമുള്ളതായി മാറും. ദൈവവുമായിട്ട് വേണം കൂടിയാലോചന നടത്താൻ. പണ്ടൊക്കെ നമ്മൾ പറയുന്നത് ആലോചിച്ചിട്ടാ എന്ത് നടത്തുന്നത്? കല്യാണം നടത്തുന്നേ, അല്ലേ? ആലോചിച്ചിട്ട് എന്ത് നടത്തുന്നേ? കല്യാണം നടത്തുന്നത്. എന്നൊരു നല്ല ആലോചന ഉണ്ടായിരുന്നു. ഇന്ന് കല്യാണം നടത്തിയിട്ടാ എന്ത് ചെയ്യുന്നത്? എന്ത് ചെയ്യുന്നത്? ആലോചിക്കുന്നത്. ഇതാണ് വ്യത്യാസം. പണ്ട് ആലോചിച്ചിട്ടാ കല്യാണം നടത്തി, ഇപ്പൊ കല്യാണം നടത്തിയിട്ടാ ആലോചിക്കുന്നത്. ഇസഹാക്കിന് വേണ്ടി, റിബേക്കയെ ആലോചിക്കാൻ വേണ്ടി ആര് പോയി? എലയാസർ പോയി. ഈ സമയത്ത് ഇസഹാക്ക് ചെയ്ത് എന്താ? പ്രാർത്ഥനയിലും ധ്യാനത്തിലും കഴിച്ചുകൂട്ടി. അവൻ ആരുമായിട്ട് ആലോചിച്ചു? ആരുമായിട്ട് ആലോചിച്ചു? ദൈവവുമായിട്ട് ആലോചിച്ചു. അതിനുശേഷമാണ് കല്യാണം നടത്തിയത്. അപ്പോൾ നമ്മൾ ഓർത്തു നോക്കണം, ആലോചനകളാണ് തീരുമാനങ്ങളായി മാറിയത്. ആരുമായിട്ടായിരുന്നു? ദൈവവുമായിട്ടുള്ള ആലോചന. അതുകൊണ്ട് അത് ബോധ്യങ്ങളായിട്ട് മാറിയത്. ഇന്ന് കെട്ടാൻ പോകുന്നവൻ ഊഹം കൊണ്ടാണ് കെട്ടാൻ പോകുന്നത്. അതുകൊണ്ടാണ് കല്യാണങ്ങളൊക്കെ ഊഹക്കച്ചവടം, ഗാംബ്ലിംഗ് ആയിട്ട് മാറുന്നത്, അല്ലേ? ഈ കുറച്ചു നാൾ മുമ്പ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ നടക്കുന്നത് എന്താ? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഗാംബ്ലിംഗ്, അല്ലേ? ഡേ ട്രേഡിങ്ങിനൊക്കെ ധാരാളം ചെറുപ്പക്കാരിറങ്ങും. അത് ഒരു ചെറുക്കൻ പറയാണ്, അവന്റെ ലക്ഷങ്ങൾ പോയി. സ്റ്റോക്ക് മാർക്കറ്റ് ഒറ്റ ദിവസം കൊണ്ട് താഴെ വന്നപ്പോൾ ലക്ഷങ്ങൾ പോയി. അവൻ പറയാ, അച്ഛാ ഞാൻ പൊട്ടിപ്പോയി. ഇതേ ലാഘവത്തോടെ കല്യാണം കഴിച്ചിട്ട് പറയുന്നത് എന്ത് ചെയ്തോ? പറയുന്നത് പൊട്ടിപ്പോയി എന്ന് പറയുന്നത്. പൊട്ടിപ്പോയി. സ്റ്റോക്ക് മാർക്കറ്റിലെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പൊട്ടിപ്പോകുന്ന പോലെ, അല്ലെങ്കിൽ ഗ്യാംബ്ലിങ്ങിന് പോകുമ്പോൾ പൊട്ടിപ്പോകുന്ന പോലെ കല്യാണം കഴിച്ചിട്ട് പറയുകയാണ് എന്ത് ചെയ്തു പോയി? കാരണം എന്താ?
ഇതൊരു ഊഹക്കച്ചവടമായിട്ട് എടുക്കുന്നുണ്ടാ. അതുകൊണ്ടാണ് ആലോചനകൾ, എന്തുകൊണ്ടാണ് നമ്മൾ ദൈവവുമായിട്ട് ആലോചന നടത്തേണ്ടത്? എന്തുകൊണ്ടാ? റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 36-ാം വാക്യം. നമ്മൾ എന്തുകൊണ്ടാണ് ദൈവവുമായിട്ട് ആലോചിക്കേണ്ടത്? അവിടെ പറയുന്നു, റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 36-ാം വാക്യം, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും ആകുന്നു. എല്ലാം ആരിൽ നിന്നാ? ദൈവത്തിൽ നിന്നാ. എന്ന് പറഞ്ഞാൽ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ആരിൽ നിന്നാണ്? എല്ലാ സകലവും അവനിൽ നിന്നും അവനിലും അവങ്കലേക്കും. ഇനി എങ്ങോട്ടാ പോകേണ്ടത്? അവങ്കലേക്കാ പോകേണ്ടത്. അതുകൊണ്ട് ആലോചന നിർവഹിക്കേണ്ടത് ആരുമായിട്ടായിരിക്കണം? ദൈവവുമായിട്ടായിരിക്കണം. നമുക്ക് പെട്ടെന്ന് കടം കയറി, നമ്മുടെ ആലോചനകളൊക്കെ പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങളൊക്കെ തെറ്റിപ്പോയി. കടം കയറുമ്പോൾ നമ്മൾ എന്തിനെ പറ്റി ആലോചിക്കുന്നത്? നമുക്ക് കടം കയറിയാൽ ആദ്യം ആലോചിക്കുന്നത് എന്തിനെ പറ്റിയായിരിക്കും? അടുത്ത കടം വാങ്ങിക്കുന്നതിനെ പറ്റിയോ, അല്ലെ വീട് പണയപ്പെടുത്തുന്നതിനെ പറ്റിയോ? പക്ഷെ കടം കയറുന്നവൻ ആദ്യം അവൻ നിൽക്കേണ്ട എവിടാന്നറിയാമോ? ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ മുട്ടുകുത്തണം. പ്രിയപ്പെട്ടവരെ, കടം കയറുന്നവൻ മുട്ടുകുത്തേണ്ടത് എവിടെയാണ്? ദൈവത്തിന്റെ സന്നിധിയില്. കാരണം അടഞ്ഞുപോയ വാതിലുകളെ തുറക്കാൻ കഴിവുള്ളവനാണ് ആര്? തമ്പുരാൻ. ഒരു രോഗം വരുമ്പോൾ നമ്മൾ എന്തിനെ പറ്റി ആദ്യം ആലോചിക്കുന്നേ? ഏറ്റവും നല്ല ഡോക്ടർ എവിടെ ഉണ്ട്? ഏറ്റവും നല്ല ഹോസ്പിറ്റൽ എവിടെയാണ്? ഞാൻ പറയും, ഒരു രോഗം നമ്മളെ കീഴടക്കാനായിട്ട് വരുമ്പോൾ, അല്ലെ രോഗം കീഴടക്കിയെന്ന് അറിയുമ്പോൾ നമ്മൾ ആദ്യം മുട്ടുകുത്തേണ്ടത് എവിടെയാണ്? ദൈവത്തിന്റെ സന്നിധിയിലാണ്. അവൻ നമുക്ക് ചില ബോധ്യം തരും. നീ എന്താ ചെയ്യേണ്ടത്? നീ എന്താണ് ചെയ്യേണ്ടത്? അവൻ നമുക്ക് ചില ബോധ്യം തരും. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള കൂടിയാലോചന ഒരിക്കലും നമ്മൾ ഇല്ലാതെ പോകരുത്. ഇന്നത്തെ ഏറ്റവും വലിയ കുഴപ്പതാ. ബോധ്യങ്ങൾ കൊണ്ടൊരു കുടുംബത്തെ നയിച്ച അപ്പൻ ഇന്ന് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത് ഈ ബോധ്യം കൊണ്ടാണോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അവന്റെ ബോധ്യം എന്തായിരുന്നു? ഒരു വശത്ത് കല്ലെറിയുമെന്ന് പറയുന്ന ഒരു പെണ്ണിനെ ചേർത്തുകൊണ്ടു. അവന് ബോധ്യമുണ്ടായി, അവന് സന്ദേഹം ഉണ്ടായിരുന്നു. അവൻ സാധാരണ മനുഷ്യനായിരുന്നു, അവന്റെ മനസ്സിൽ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ സംശയങ്ങളും സന്ദേഹങ്ങളും ബോധ്യമായി മാറിയത് എപ്പോഴാണ്? ദൈവവുമൊത്ത് ആലോചിച്ചപ്പോഴാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആശയക്കുഴപ്പത്തിലിരിക്കുന്ന അനേകർ ഇവിടെ കാണും, അല്ലെ ഈ ദൃശ്യമാധ്യമ പരിധിയിൽ കാണും. അവരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ മനസ്സിന്റെ ആശങ്കകൾ രോഗത്തെക്കുറിച്ചാണോ? കടത്തെക്കുറിച്ചാണോ? ഭാരത്തെക്കുറിച്ചാണോ? കുടുംബം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്നതിനെ കുറിച്ചാണോ? മക്കളെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണോ? ഞാൻ പറയും, ഈ ലോകത്തിന്റെ ചില മാർഗങ്ങൾ തേടുന്നതിന് മുമ്പ് നിങ്ങൾ മുട്ടുകുത്തി കണ്ണുനീരോടെ നിൽക്കേണ്ട സ്ഥലം എവിടെയാണ്? ദൈവത്തിന്റെ സന്നിധിയിലാണ്. അതുകൊണ്ട് ബോധ്യങ്ങൾ ദൈവസന്നിധിയിൽ രൂപപ്പെടുത്തിയ മനുഷ്യൻ. അതുകൊണ്ടാ ഈജിപ്തിലേക്ക് പോകാൻ പറഞ്ഞപ്പം രണ്ടും ഒന്നും ആലോചിച്ചില്ല. ആരാലോചിച്ചില്ല? യൗസേപ്പ് പിതാവ്. എന്തുകൊണ്ടാ? അദ്ദേഹത്തെ സംബന്ധിച്ച് നല്ലൊരു തൊഴിൽ മേഖല, അതിൻ്റെതായി ഫ്ലറിഷ് ചെയ്തതായ ഒരു തലം, അവൻ്റെ രാവിലെ കസ്റ്റമേഴ്സ്, ഇതെല്ലാം ഉള്ള സ്ഥലത്ത് നിന്നാണ് ഒറ്റ നിമിഷം കൊണ്ട് എവിടേക്ക് പോകുന്നത്? ഈജിപ്തിലേക്ക് പോകുന്നത്. കാരണം എന്താ? അദ്ദേഹത്തോട് ആരാ പറഞ്ഞത്? ദൈവദൂതന. ദൈവവുമായിട്ട് കൂടിയാലോചന നിർവഹിക്കുന്ന ഒരു തലമാണ്. അതുകൊണ്ട് ഞാൻ പറയും, ബോധ്യങ്ങളെ മറിച്ചു കളയുന്ന ആരെന്നറിയാമോ? പിശാചാണ് നമ്മുടെ ബോധ്യങ്ങളെ മറിച്ചു കളയുന്നത്. അതുകൊണ്ടാ ഈ നോമ്പ് കാലം നമ്മെ ഓർപ്പിക്കുന്ന ഏറ്റവും ശക്തമായ ആശയം ഇതാണ്: ദൈവം നിങ്ങൾക്ക് തന്ന ബോധ്യങ്ങളെ മറിച്ചു കളയുവാൻ പിശാച് നമ്മുടെ ഇടയിൽ നടപ്പുണ്ട്. ഏത് സമയത്തും ജാഗ്രതയോടെ നിങ്ങൾ ജീവിക്കണം. നമ്മുടെ ബോധ്യങ്ങളെ മറിച്ചു കളയുവാൻ പിശാചുണ്ട്. അതുകൊണ്ട് നിശ്ചയമായും ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്റെ ഭാര്യയെ ചേർത്ത് കൊണ്ടതോ, ഈജിപ്തിലേക്ക് പലായനം ചെയ്തതോ, തിരികെ നസറേത്തിലെത്തിയത് വ്യക്തമായ ധാരണയോടെയായിരുന്നു ആ മനുഷ്യൻ നിർവഹിച്ചത്. അത് കേവലമല്ല, അവന്റെ ജീവിതത്തിൽ സന്ദേഹങ്ങളുണ്ടായി, സംശയമുണ്ടായി, അവന്റെ ജീവിതത്തിൽ ആശയക്കുഴപ്പങ്ങളുണ്ടായി. പക്ഷേ അവൻ വിട്ടുകൊടുത്തില്ല. അവന്റെ ആലോചനകൾ അവൻ ആരുമായിട്ട് കഴിച്ചു? ദൈവവുമായിട്ട് ആലോചന കഴിച്ചു. അതുകൊണ്ട് അവിടെയാണ് നമുക്കൊരു റിയലൈസേഷനിലേക്ക് ചേരുവാൻ കഴിയും. നിർമ്മൽ ശ്രീവാസ്തവ എന്ന് പറയുന്ന ഒരു ചിന്തകൻ പറയുന്നുണ്ടോ, സെൽഫ് റിയലൈസേഷൻ ഈസ് ദ ഫസ്റ്റ് എൻകൗണ്ടർ വിത്ത് റിയാലിറ്റി. സെൽഫ് റിയലൈസേഷൻ ഈസ് ദ ഫസ്റ്റ് എൻകൗണ്ടർ വിത്ത് റിയാലിറ്റി. യാഥാർത്ഥ്യവുമായി നീ പൊരുത്തപ്പെടണോ, ആദ്യം നീ എന്ത് ചെയ്യണം? നീ ആരാണെന്ന്, നീ എന്താണെന്ന് മനസ്സിലാക്കണം. ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ഓർക്കുക, ബോധ്യങ്ങളാൽ വഴി നടത്തപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ആര്? യൗസേപ്പ്.
ഈ ബോധ്യമുണ്ടാകുന്നത് ബോധത്തിൽ നിന്ന്. അതുണ്ടാകണമെങ്കിൽ ഒരു ഭക്തൻ ആരുമായിട്ട് ആലോചന കഴിക്കണം? ദൈവവുമായിട്ട്. സകലതും അവനിൽ നിന്ന് വരുന്നു, സകലതും അവനാലാണ്, സകലതും അവങ്കലേക്കാണ്. അതുകൊണ്ട് നമ്മൾ ആലോചന കഴിക്കേണ്ടത് ആരുമായിട്ടാണ്? ദൈവവുമായിട്ടാണ്. 2, യൗസേപ്പ് പിതാവിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന വലിയൊരു ചിന്ത എന്തെന്ന് ചോദിച്ചാൽ, അവനിൽ ഒരു ഉത്തരവാദിത്ത ബോധം ഉണ്ടായിരുന്നു. ഉത്തരവാദിത്ത ബോധം. വിൻസ്റ്റൺ ചർച്ചിൽ ഉത്തരവാദിത്തത്തിന് കൊടുക്കുന്ന ഒരു ചിന്തയുണ്ട്. അതിങ്ങനെയാ: ദ പ്രൈസ് ഓഫ് ഗ്രേറ്റ്നെസ് ഈസ് റെസ്പോൺസിബിലിറ്റി. ദ പ്രൈസ് ഓഫ് ഗ്രേറ്റ്നെസ് ഈസ് റെസ്പോൺസിബിലിറ്റി. മഹത്വത്തിന്റെ വിലയാണ് എന്തെന്ന് പറയുന്നത്? ഉത്തരവാദിത്തം. മഹത്വത്തിന്റെ വിലയാണ് എന്തെന്ന് പറയുന്നത്? ഉത്തരവാദിത്തം. യൗസേപ്പ് പിതാവ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മഹത്വം എന്തെന്ന് ചോദിച്ചാൽ അതെന്താണ്? അദ്ദേഹം ഏറ്റെടുത്ത ഉത്തരവാദിത്തമാണ്. ഇന്ന് നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മൾ ഉത്തരവാദിത്തം നിർവഹിക്കുന്നവരാണോ? എന്തായിരുന്നു യൗസേപ്പ് പിതാവ് ഏറ്റെടുത്ത യൗസേപ്പ് പിതാവിൻ്റെതായ ഉത്തരവാദിത്തം എന്തായിരുന്നുവെന്ന് നമുക്ക് നോക്കുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ ഇന്ന് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നവരാ. ശരിയായ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ദൂരെ പോകുന്നവരാ നമ്മളത് തിരിച്ചറിയണം. അതുകൊണ്ടാ ചെറുപ്പക്കാരും മക്കളെ നോക്കി അപ്പനും അമ്മയും പറയാറുണ്ട്, എൻ്റെ അച്ഛാ ഇവൻ എന്തില്ല ഉത്തരവാദിത്തം ഇല്ല. ഉത്തരവാദിത്തം വരാൻ വേണ്ടി അച്ഛനൊരു കാര്യം ചെയ്യണം. എവിടെ കയറ്റണം? മദ്വായി കയറ്റണം. ചെറുക്കൻ ഉത്തരവാദിത്തം വരാൻ വേണ്ടി എവിടെ കയറ്റണം? മദ്വായി കയറ്റണം. ഇന്ന് പല മക്കളെ ഓർത്തും മാതാപിതാക്കൾ പറയുക, എന്തില്ല? ഉത്തരവാദിത്തമില്ല. ഇനി യഥാർത്ഥ ഉത്തരവാദിത്തങ്ങൾ മറന്നു പോകുന്നവരുണ്ട്. ഈ അടുത്ത സമയത്ത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ പ്രയർ റോപ്പ്, അല്ലേ? ഇപ്പോഴത്തെ ഒരു ട്രെൻഡാ പ്രയർ റോപ്പ്. ഒരു വലിയ കച്ചവടം. ഒരു വൈദികൻ ഒരു ഇടവാംഗം പറയുകയാണ്, കമ്മിറ്റിക്ക് വന്നിരുന്ന നൂല് പിരിച്ചുകൊണ്ടിരിക്കുക, പൊതുയോഗത്തിൽ ചെന്നാൽ നൂല് പിരിച്ചുകൊണ്ടിരിക്കുക, ഇടവക്കാരൻ കാണാൻ ചെന്നാൽ നൂല് പിരിച്ചുകൊണ്ടിരിക്കുക. എന്തിൻ്റെ നൂലാ? പുള്ളിയുടെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്തുണ്ടാക്കുക? ഓർത്തഡോക്സ് റോപ്പ് ഉണ്ടാക്കുക. അതിൽ ജനങ്ങൾ പ്രശ്നങ്ങളുമായിട്ട് ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കാത്ത റോപ്പിന് 299 രൂപ, പ്രാർത്ഥിച്ച റോപ്പിന് 599 രൂപ. ബാറ്റയുടെ വിലയിടുന്ന ഉണക്ക. പുരോഹിതന്റെ ജോലി റോപ്പ് ഉണ്ടാക്കലാണോ? പുരോഹിതന്റെ ജോലി റോപ്പ് വിൽക്കലാണോ? നമ്മൾ ഓർക്കണം, ഓരോ പുരോഹിതന്മാരും ചിന്തിക്കേണ്ട അടിസ്ഥാനപരമായ വസ്തുത ഇതാണ്. യഥാർത്ഥമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു പോകുവാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഏൽപ്പിച്ച ദൗത്യങ്ങളാണ് ഉത്തരവാദിത്തങ്ങൾ എന്നുള്ള വലിയ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. യൗസേപ്പിനോട് ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്താ? മറിയമനോട് ചേർന്ന് നിന്നാണ് തന്റെ ഉത്തരവാദിത്തം. കാരണം ദൈവദൂതൻ പറഞ്ഞിട്ടുണ്ട്, യൗസേപ്പേ നിന്റെ ഉത്തരവാദിത്തം ഇതാ. മറിയമ്മനെ കളഞ്ഞിട്ട് പോയില്ല. പള്ളി കളഞ്ഞിട്ടല്ല ഒരു പുരോഹിതം പോകണ്ടേ, ജനത്തെ കളഞ്ഞിട്ടല്ല ഒരു പുരോഹിതം പോകണ്ടേ, ഒരു കുടുംബത്തെ കളഞ്ഞിട്ടല്ല ഒരു ഗൃഹനാഥം പോകണ്ടേ, മക്കളെ കളഞ്ഞിട്ടല്ല അപ്പം പോകേണ്ടത്, മക്കളെ കളഞ്ഞിട്ടല്ല അമ്മ പോകേണ്ടത്. കാരണം എന്താ? ദൈവികമായി നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ നമുക്ക് അനുവാദമില്ല. അവൻ ചെയ്ത് എന്താ? നമ്മൾ ഓർക്കണം, കല്ലെറിയുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ആര് ചേർത്തുകൊണ്ടത്? യൗസേപ്പ് മറിയത്തെ ചേർത്തുകൊണ്ടത്. ഓർക്കുക, അവൻ ഉത്തരവാദിത്വം നിറവേറ്റിയത് മുള്ളിൽ നിന്നുകൊണ്ടാ, പ്രതിസന്ധികളുടെ നടുവിൽ നിന്നുകൊണ്ടാ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ജീവിതത്തിൽ സുഖമൊക്കെ വരുമ്പോൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ. അല്ല, യൗസേപ്പ് തന്നെ ഉത്തരവാദിത്വം നിറവേറ്റിയത് കല്ലെറിയുമെന്ന് ബോധ്യമുള്ള ഒരു പെണ്ണിനെ ചേർത്തുകൊണ്ടാണ് ആ ഉത്തരവാദിത്വം നിറവേറ്റിയെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാ ഈ ഫ്രാൻസിസ് ഓഫ് അസീസി പറയുന്നുണ്ട്, ഒരു പെണ്ണിന് ഈറ്റുനോവ് അനുഭവിക്കുമ്പോൾ അവിടെ അടുത്ത് ആൺകിളിയായി പറന്നാണ് ദൈവം വരുന്നതെന്ന്. ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ വാക്കുകളാ. ഒരു പെൺകിളിക്ക് ഈറ്റുനോവ് വരുമ്പോൾ അടുത്ത ആൺകിളി വന്നിരിക്കും. അതാരാന്നാ പറയുന്നത്? ദൈവമാണ്. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നത് ദൈവീക കർമ്മ, ദൈവത്തിന് വേണ്ടിയാണ്.
ഈ ഭൂമിയിൽ മറിയമിനെ ചേർത്തുകൊണ്ടത് ദൈവിക ഉത്തരവാദിത്തമായിട്ടാണ് ഏറ്റെടുത്തത്. അതുകൊണ്ട് ലോകം പഴി പറയുമ്പോൾ മറിയമിനെ യൗസേപ്പ് ചേർത്തുകൊണ്ടു. ബേഥലഹേമിൽ ഈറ്റുനോവെടുക്കുമ്പോൾ അവൾക്ക് പ്രസവവേദന, വാതിലുകൾ മുട്ടുകയായി. ഈ മനുഷ്യൻ നടന്ന് ഒരിടത്തും തുറക്കുന്നില്ല. അന്നേരവും അവളെ എന്ത് ചെയ്തു? ചേർത്തുകൊണ്ടു. ഓർക്കണം, നിസാര റീസണുകൾക്ക് ഉത്തരവാദിത്തം വിട്ടോടുന്നവരുടെ കാലഘട്ടമാണ്. ഇവിടെയാ ഈ മനുഷ്യൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന്റെ തന്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചെറിയ കാരണം മതി ഇന്ന് ഉത്തരവാദിത്തം കളഞ്ഞിട്ട് പോകാൻ. ചെറിയ കാരണം മതി വിവാഹമോചനത്തിന്. ചെറിയ കാരണം മതി മക്കളെ കളയാൻ. എന്നാൽ ഒന്നോർത്ത് നോക്കിക്കേ, ലോകം കല്ലെറിയുമ്പോൾ അവളെ ചേർത്തുകൊണ്ടു. ബേഥലഹേമിൽ ഈറ്റുനോവ് അനുഭവിക്കുമ്പോൾ, പ്രസവിക്കാൻ ഇടമില്ലാതെ അലയുമ്പോൾ അവളെ ചേർത്തുകൊണ്ടു. പലായനത്തിന് പോകുമ്പോൾ കൊച്ചിനെയും തള്ളയും കൂടെ ചേർത്തുകൊണ്ടു. ദേവാലയത്തിലേക്ക് കൊണ്ടുപോകാൻ അവൻ തയ്യാറെടുക്കുന്നു. യെരൂശലേം ദേവാലയത്തിലേക്ക് പോകുന്നു. നസറേത്തിൽ വരുമ്പോൾ അവർക്ക് വേണ്ടി അധ്വാനിച്ച് അവരെ പോറ്റുന്നു. എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങളെ ദൈവബോധ്യത്താൽ ദൈവചിന്തയായിട്ട് കണ്ട് നിർവഹിച്ചവനാണ് ആര്? ഞാൻ അതുകൊണ്ട് പറയുന്ന ഇതാണ്, ഉത്തരവാദിത്തങ്ങളുടെ മുത്തുകൾ ചേർത്താണ് തിരുക്കുടുംബം എന്ന് പറയുന്ന മാല കോർക്കുന്നത്. ഉത്തരവാദിത്തങ്ങളുടെ മുത്തുകൾ ചേർത്താണ് തിരുക്കുടുംബം എന്ന് പറയുന്ന മാല കോർത്തെടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കുടുംബമാകുന്ന മാലയുടെ മുത്തുകളൊക്കെ അഴിഞ്ഞഴിഞ്ഞു കിടക്കുകയാണ്. എന്തുകൊണ്ടാ? ഉത്തരവാദിത്തങ്ങൾ ശരിയായി നിർവഹിക്കാത്തത് കൊണ്ടാ. ഈ അപ്പൻ ഒരു വലിയ പ്രസൻസ് ആയിട്ട് ആ വീട്ടിൽ നിൽക്കുക. അതുകൊണ്ടാ പറയുന്നത് പ്രസൻസ് ഈസ് ദ ബെസ്റ്റ് എസൻസ് എന്ന് പറയുന്നത്. പ്രസൻസ് ഈസ് ദ ബെസ്റ്റ് എസൻസ്. നിന്റെ സാന്നിധ്യമാണ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും വലിയ ഭാഗം. നീ നിൽക്കേണ്ട സ്ഥലത്ത് നിന്ന് ദൂരെ മാറിപ്പോകുക എന്നുള്ളതല്ല. നിന്റെ സാന്നിധ്യം നീ ഉറപ്പുവരുത്തണം. അതാണ് വേണ്ടത്. നിന്റെ സാന്നിധ്യം, അപ്പനൊരു സാന്നിധ്യമായിട്ട് മക്കളിൽ നിറയുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കണം. അപ്പനൊരു സാന്നിധ്യമായി മക്കളിൽ നിറയുന്നുണ്ടോ, അമ്മയൊരു സാന്നിധ്യമായി മക്കളിൽ നിറയുന്നുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും നോക്കുകയും വിലയിരുത്തുകയും ചെയ്യണം. ഈ അടുത്ത സമയത്ത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ്, 9th ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ്, അവൻ സൂയിസൈഡ് ചെയ്യുക. അവൻ്റെ സൂയിസൈഡ് കുറിപ്പിൽ ഒറ്റ വാചകമേ ഉള്ളൂ. എഴുതി വച്ചേക്കുന്ന ഇതാണ്: എനിക്ക് ജീവിതം മടുത്തു. 9ാം ക്ലാസ്സുകാരൻ എന്ത് മടുത്തു? ജീവിതം മടുത്തു. എന്താ മടുത്തതിൻ്റെ കാരണം? എന്താ മടുത്തതിൻ്റെ കാരണം? അപ്പനും അമ്മയും ഗസറ്റഡ് ജോലിക്കാരാ. അപ്പനും അമ്മയും ഗസറ്റ് ജോലിക്കാരാ. 2 കൊച്ചുങ്ങളാ, ഒരു പെൺകുഞ്ഞും ഒരു ആൺകുഞ്ഞും. 9ാം ക്ലാസ്സുകാരനായ ആൺകുഞ്ഞ് എഴുതി വച്ചിരിക്കുകയാണ്, എനിക്ക് ജീവിതം മടുത്തു. അവന് വലിയ കൊട്ടാരം പോലുള്ള വീടുണ്ട്. അവൻ ആഗ്രഹിക്കുന്ന ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അവന് ഇഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അവിടെ വാഹനമുണ്ട്. ഉന്നതമായ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട്. എല്ലാ കാര്യങ്ങളുമുണ്ട്. പക്ഷേ അവൻ ഒരു കാര്യം മടുത്തുപോയി. എന്താ മടുത്തത്? ജീവിതം മടുത്തു. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച് പറയാറുണ്ടല്ലോ. എന്താ പറയുന്നത്? അവർക്കൊരു കുറവുമില്ല. എന്നാ പ്രിയപ്പെട്ടവരെ, അവരുടെ കുറവെന്താ? ആ ഭവനം സന്ദർശിച്ച മനുഷ്യൻ പറയുകയാണ്, അവൻ്റെ അപ്പനും അമ്മയും അവനെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. രാവിലെ ജോലിക്ക് പോകും, വൈകുന്നേരം തിരിച്ചു വരും. അവരവരുടെ കാര്യങ്ങളിലേക്ക് വ്യാപൃതരാകും. പിറ്റേന്ന് രാവിലെ ജോലിക്ക് പോകും, തിരിച്ചു വരും. ഈ കുഞ്ഞിന് സ്കൂളിലെ ഒത്തിരി വിശേഷങ്ങൾ അപ്പനോടും അമ്മയോടും ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. പലപ്പോഴും അവൻ ആഗ്രഹത്തോടെ ഈ അപ്പൻ്റെ അമ്മയടുത്ത് വന്നപ്പോൾ അവർ തങ്ങളുടെ തിരക്ക് കൊണ്ട് അവനെ എന്ത് ചെയ്തു? ആട്ടിപ്പായിച്ചു. അവൻ്റെ വർത്തമാനം കേൾക്കാൻ അവർക്ക് നേരമില്ല. അവനെ ഒന്ന് മടിയിലിരുത്താൻ അവർക്ക് നേരമില്ല. അവനെ ഒന്ന് തടകാൻ അവർക്ക് നേരമില്ല. പക്ഷെ എല്ലാം കൊടുക്കുന്നുണ്ടെന്നാണ് ആര് പറയുന്നത്? അപ്പനും അമ്മയും പറയുന്നത്. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് നോക്കിക്കേ, നമ്മുടെ പറച്ചിൽ ഇത് തന്നെയാ. അച്ഛാ, എല്ലാം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്തിൻ്റെ കുറവാ? പ്രിയപ്പെട്ടവരെ, അവൻ്റെ കുറവുകൾ അറിയണം. അവന് സാന്നിധ്യമായി മാറണം. നീ ഒന്ന് തൊടുമ്പോൾ, നീ ഒന്ന് ചേർത്ത് നിർത്തുമ്പോൾ, നീ ഒന്ന് നെറുകയിലൊന്ന് ചുംബിക്കുമ്പോൾ, നീ അവന് ഒരുമിച്ചിരുത്തി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ, രാവിലെ കുഞ്ഞ് സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ മോനെ അവിടെ നിന്നേ അവൻ്റെ തലയൊക്കെ വെച്ചൊന്ന് പ്രാർത്ഥിച്ചൊന്ന് കുരിശു വരച്ച് വിടുമ്പോൾ അവൻ നിന്റെ സാന്നിധ്യം അറിയുകയാ. അവൻ്റെ കുറവെന്താണ്? അവൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത ശൂന്യത അവൻ അനുഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഓർക്കുക, ഉത്തരവാദിത്തങ്ങളുടെ ഭാഗമാണ്. നിന്റെ ഉത്തരവാദിത്തങ്ങളിൽ സാന്നിധ്യം ഉറപ്പാക്കണം. നിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്റെ പ്രസൻസ് ഈസ് ദ എസൻസ് ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത്. സാന്നിധ്യമാണ്
ജീവിതത്തിന്റെ കാമ്പ് എന്നറിയപ്പെടുന്നത്. പ്രസൻസ് ഈസ് ദ എസൻസ് ഓഫ് ലൈഫ്. സാന്നിധ്യമാണ് ജീവിതത്തിന്റെ യഥാർത്ഥമായ അനുഭവം എന്ന് പറയുന്നത്. യൗസേപ്പ് പിതാവ് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടിയവനല്ല. ഒന്ന്, അവൻ ബോധ്യത്തോടെ കുടുംബത്തെ വഴി നടത്തി. രണ്ട്, ഉത്തരവാദിത്തങ്ങൾ അവൻ ഏറ്റെടുത്തു. കല്ലേറ് കിട്ടാം, തള്ളിപ്പറയാം, പ്രസവത്തിന് ഇടം കിട്ടിയില്ല, പലായനം, ഇതൊക്കെ അവൻ നേരിട്ടു, ഫേസ് ചെയ്തു. സന്തോഷങ്ങളുടെ നടുവിലൊന്നുമല്ല, സമൃദ്ധിയുടെ നടുവിലല്ല. പക്ഷേ ഇന്ന് നിസാര കാരണങ്ങൾ മതി, നിസാര കാരണം മതി ഉത്തരവാദിത്തങ്ങൾ നിന്നിട്ട് ജീവ ഉപേക്ഷിച്ചു പോകാനായിട്ട്. അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയ മനുഷ്യനാണ് ആര്? യൗസേപ്പ്. മൂന്നാമത്, ഒരു കുടുംബത്തിന്റെ ആത്മീയ ജീവിതം രൂപപ്പെടുത്തുന്നവനായി അവൻ മാറി. ഹി ഈസ് ദ മോൾഡർ ഓഫ് സ്പിരിച്വൽ ലൈഫ്. He is the molder of spiritual life. ആത്മീയ ജീവിതം രൂപപ്പെടുത്തുന്നവനായിട്ട് മാറി. എന്താ ഈ ആത്മീയത എന്ന് പറഞ്ഞ? ഒരാളുടെ ആന്തരികതയാണ് ആത്മീയത, പുറംപൂച്ചല്ല. ഇത് പുറംപൂച്ചുകളുടെ കാലം. ഒരു കുറവില്ല, വേഷഭൂഷാദികൾക്കൊന്നും ഒരു കുറവില്ല, അല്ലേ? നമ്മളൊക്കെ പള്ളി വരുന്ന കണ്ടാൽ നമ്മളെക്കാട്ടി മോശപ്പെട്ട ഒരു ഭക്തൻ ഈ ലോകത്തുണ്ടോ? ഇല്ല. കാരണം എന്താ? വലിയ ഭക്തന്മാരെ കൂട്ടാണ് ആര് വരുന്നത്? നമ്മൾ വരുന്നത്. ഇതുപോലെ അകക്കാമ്പില്ലാത്തവരായിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? നമ്മളൊന്ന് ഓർത്തു നോക്കിക്കേ. ആന്തരികത നമുക്കുണ്ടോ? അതോ അത് അഭിനയമാണോ? ഞാൻ പറയും, ഈ യാഥാർത്ഥ്യത്തെക്കാൾ അഭിനയിക്കുന്നവർ ഈ ലോകത്തുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾക്കറിയാം, കൊടിയേറ്റം ഗോപി, അല്ലെ? ഒരു കാലഘട്ടത്തിന്റെ അഭിനയ സാമ്രാട്ടായിരുന്നു ആര്? കൊടിയേറ്റം ഗോപി. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിലെ അഭിനയം ഒരു തബലക്കാരനായിട്ടാണ്. അദ്ദേഹം തബലക്കാരനായിട്ട് വളരെ ശക്തമായി പെർഫോം ചെയ്തു. ഇത് സക്കീർ ഹുസൈൻ കണ്ടിട്ട് അദ്ദേഹം പറയുകയാണ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അദ്ദേഹം ഇത് അഭിനയിച്ചതാണെന്ന്. കാരണം ഒരു തബല അടിക്കുന്ന പ്രതിഭയ്ക്ക് പോലും ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു തബല വിദഗ്ധനേക്കാൾ ഭംഗിയായി അഭിനയിക്കാൻ ആർക്ക് കഴിഞ്ഞു? കൊടിയേറ്റം ഗോപിക്ക് കഴിഞ്ഞു. അതിനേക്കാൾ അഭിനയിക്കാൻ അറിയാവുന്ന ആളുകളാണ് ആര്? നമ്മൾ. നമുക്ക് വേഷമുണ്ട്, ഭൂഷയുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് എന്തില്ല? ആന്തരികത നഷ്ടപ്പെട്ടു പോയി. യൗസേപ്പ് എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ ഉള്ളിൽ ഒരു ആന്തരികത ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ഈ പരീശന്മാരെയൊക്കെ നോക്കിയിട്ട് കർത്താവ് വിളിച്ചത് വെള്ള തേച്ച ശവക്കല്ലറകളെ എന്ന് വിളിച്ചത്. കാരണം എന്താ? ഈ മനുഷ്യൻ ആ കുടുംബത്തെ ആത്മീയമായി രൂപപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് ഓർത്തു നോക്കിക്കേ. യേശു തമ്പുരാൻ കുരിശിൽ കടന്നുകൊണ്ട് ചൊല്ലുന്നത് എന്താണ്? സങ്കീർത്തനമാണ്. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം ഒരു യഹൂദൻ കൊച്ചിനെ പഠിപ്പിക്കേണ്ട ന്യായപ്രമാണം, സങ്കീർത്തനങ്ങൾ, യഹൂദ പാരമ്പര്യം, ഇതെല്ലാം യേശു തമ്പുരാനെ അഭ്യസിപ്പിച്ചവൻ ആരാണ്? യൗസേപ്പാണ്. ഗമാലിയേലിന്റെ പാദപീഠമൊന്നും ഇല്ലായിരുന്നു. ഒരു തച്ചന്റെ ശിക്ഷണമായിരുന്നു നസറേത്തിൽ ആർക്ക് കിട്ടിയത്? ക്രിസ്തു ദൈവമായിരുന്നു എന്നോ ശരിയാണ്. പക്ഷെ അതിനൊപ്പം ഒരു പിതാവിൻ്റെ വാത്സല്യം അവനെ രൂപപ്പെടുത്തി. ഈ പിതാവ് ന്യായപ്രമാണം പഠിപ്പിച്ചവനായിരുന്നു, ഈ സങ്കീർത്തനങ്ങൾ പഠിപ്പിച്ചവനായിരുന്നു, യഹൂദ പാരമ്പര്യം പഠിപ്പിച്ചവനായിരുന്നു. അതുകൊണ്ടാ നമ്മൾ ഓർക്കണം, രോഗക്കിടക്കയും മരണക്കിടക്കയിലും ഒക്കെ ഒരു വ്യക്തി സങ്കീർത്തനം ചൊല്ലണമെങ്കിൽ എത്രമാത്രം ആത്മീയത ആന്തരികമായിട്ട് കാണണം. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, എത്രമാത്രം ആന്തരികത അവന്റെ ഉള്ളിൽ രൂപപ്പെട്ട് കാണണം. നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഒരപ്പന് മാത്രം, യൗസേപ്പ് എന്ന് പറയുന്ന പിതാവിൽ. അതുകൊണ്ട് ഒരു യഹൂദ ബാലൻ അഭ്യസിക്കുന്നത് അവന്റെ അപ്പനിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, പ്രധാനമായി പ്രത്യേകിച്ച് അപ്പനിൽ നിന്ന് ഇത് അഭ്യസിക്കുന്നത്. ഇത് രൂപപ്പെടുത്തുവാനായിട്ട് ആർക്ക് കഴിഞ്ഞു? യൗസേപ്പ് പിതാവിന് കഴിഞ്ഞു. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ഒരിക്കലൊരു ട്രെയിൻ യാത്ര നടത്തുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ വന്ന് എന്നോട് ചോദിച്ചു, അച്ഛാ എന്നെ അറിയുമോ? ഞാൻ ഇങ്ങനെ ഇരുന്ന വക്കണ്ണ എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. വീണ്ടും ചോദിച്ചു, ഒന്ന് ഓർത്തു നോക്കിക്കേ, എന്നെ അറിയുമോ? ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞപ്പോഴാ അവൻ പറയുന്നത്,
15 വർഷം മുമ്പ് 5-6 വയസ്സുള്ളൊരു കുഞ്ഞായിട്ട് ഇരിക്കുമ്പം RCCയിൽ ഒരു കുഞ്ഞിനെ കാണാൻ പോയായിരുന്നു. ക്യാൻസർ ബാധിച്ച് യാതൊരു പ്രതീക്ഷയില്ലാതെ കിടന്നിരുന്ന ഒരു കുഞ്ഞ്. ഞാൻ ചെല്ലുമ്പോൾ അവൻ്റെ അമ്മ മരുന്ന് വാങ്ങിക്കാൻ പോയിരിക്കുക, അവൻ മാത്രമേ ഉള്ളൂ മുറിയിൽ. ഞാൻ പതുക്കെ കതക് തുറന്ന് അകത്ത് ചെല്ലുമ്പം ഞാൻ കേൾക്കുന്നത് 23 സങ്കീർത്തനം ഈ 6 വയസ്സുള്ള കുഞ്ഞ് രോഗക്കിടക്കയിൽ ചൊല്ലിക്കൊണ്ടിരിക്കുക. അവൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. ഞാൻ ചോദിച്ചു, മോനെ എന്തിനാ നീ കരയുന്നത്? അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, വേദന സഹിക്കാൻ വയ്യാതെ വരുമ്പം എൻ്റെ കുഞ്ഞ്, കാരണം മരുന്ന് കൊടുക്കുന്നുണ്ട്, വേദന സംഹാരി കൊടുക്കുന്നുണ്ട്, എന്നിട്ട് പോലും അതിന് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ പറയുകയാണ്, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് വേദന സഹിക്കാൻ വയ്യാതെ വരുമ്പം എൻ്റെ കുഞ്ഞ് 23 സങ്കീർത്തനം ചൊല്ലിയാൽ മതിയെന്ന്. അവനിരുന്ന് 23 സങ്കീർത്തനം ചൊല്ലുകയാണ്. ഞാൻ അവൻ്റെ തലയെ കൈവച്ചു, പ്രാർത്ഥിച്ചു, പോരുന്നു. എൻ്റെ ഓർമ്മയിൽ നിന്ന് ആ സംഭവവും കാര്യങ്ങളുമൊക്കെ വിട്ടുപോയി. പറയുകയാണ്, അന്ന് കാണുന്ന കരുവാളിച്ച് മെലിഞ്ഞൊരു രൂപി. പറയുകയാണ്, അന്ന് കാണുന്ന കരുവാളിച്ച് മെലിഞ്ഞൊരു രൂപമാണ്. അവൻ പറയുന്നു, അച്ഛാ, ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു, ദൈവം എനിക്ക് സൗഖ്യം തന്നു. അവൻ പഠിക്കാൻ സമർത്ഥനായിരുന്നു. അവൻ ഓൾ ഇന്ത്യ എൻട്രൻസ് കിട്ടി. MBBS 3-ാം വർഷം പഠിക്കുക. അവൻ മനസ്സിൽ ആഗ്രഹം പറയുക, എനിക്കൊരു ഓങ്കോളജിസ്റ്റ് ആയാൽ മതി, ക്യാൻസർ രോഗികളെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറായിട്ട് മാറിയാൽ മതി. ഞാൻ അവനെ അത്ഭുതത്തോടെ നോക്കി. ഞാൻ കണ്ട കരുവാളിച്ച രൂപവും അവൻ്റെ സുന്ദര രൂപവും തമ്മിലുള്ള വ്യത്യാസം. അവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ആ 6 വയസ്സുള്ള കുഞ്ഞ് ക്യാൻസർ രോഗത്താൽ വേദന കൊണ്ട് പിടയുമ്പോൾ അവൻ്റെ അമ്മ മരുന്നിനൊപ്പം അവന് പറഞ്ഞു കൊടുത്ത ഏറ്റവും വലിയ ഒറ്റമൂലി മറ്റൊന്നുമല്ല, എൻ്റെ കുഞ്ഞേ, കാരണം അവനറിയാവുന്ന സങ്കീർത്തനം 23 സങ്കീർത്തനമാണ്. എൻ്റെ കുഞ്ഞെ, നീ ചൊല്ലേണ്ടത് എന്താണ്? സങ്കീർത്തനമാണ്. ആ സംഭവം മനസ്സിൽ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ ക്രിസ്തുവിൻ്റെ ക്രൂശിലെ കിടപ്പ. എത്രമാത്രം വേദന അനുഭവിക്കുന്ന നിമിഷമാണ്. പൊന്നു തമ്പുരാൻ എന്ത് ചൊല്ലുന്നത്? സങ്കീർത്തനം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലമുറകളെ രൂപപ്പെടുത്തേണ്ടത് ഈ ആത്മീയ കാമ്പിന്മേലായിരിക്കണം. നമ്മുടെ തലമുറകളെ രൂപപ്പെടുത്തേണ്ടത് ഈ ഒരു ആത്മീയ കാമ്പിന്മേല. നമുക്കറിയാം, യൗസേപ്പ് ആരായിരുന്നു? തച്ചനായിരുന്നു. നമ്മൾ വീടിനൊക്കെ തടിയെടുക്കാൻ പോവല്ലോ, ചിലർ ഉരുളെടുക്കും, ചിലർ ഉരുപ്പടി എടുക്കും, അല്ലേ? ഉരുപ്പടി എടുക്കുന്ന ആൾക്ക് റിലാക്സ് ചെയ്ത് മുമ്പോട്ട് പോവാം. കാരണം എന്താ? ദർ ഈസ് നോ റിസ്ക്. കാരണം എന്താ? നല്ല കാമ്പുള്ള, നല്ല കാതലുള്ള ഉരുപ്പടി മാത്രമേ നമ്മൾ വില കൂടുവന്നേ ഉള്ളൂ. നമ്മൾ മിക്കവാറും എന്തായിരിക്കും എടുക്കാൻ പോകുന്നത്? ഉരുപ്പടി ആയിരിക്കും എടുക്കാൻ പോകുന്നത്. പക്ഷേ ഉരുളെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു റിസ്കാ. ഉരുളെടുക്കുക. ഇതിന്റെ അകം എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ നല്ലൊരു തച്ചൻ അറിയാം, ഒരു തടി കാണുമ്പോൾ അതിന്റെ ആന്തരികതയെ പറ്റി. നല്ലൊരു തച്ചൻ അറിയാം, ഒരു തടി കാണുമ്പോൾ അതിന്റെ ആന്തരികതയെ പറ്റി. ഞാൻ പറയും, തച്ചനായ യൗസേപ്പ് തടിയുടെ അകക്കാമ്പ് മാത്രമല്ല, താൻ വളർത്തിയ കുഞ്ഞിന്റെ അകക്കാമ്പ് കൂടി രൂപപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളോ ലോകത്തിന്റെ പുറംപൂച്ചുകളിൽ നടക്കുക, ലോകത്തിന്റെ വേഷഭൂഷാദികൾ പുറകെ നടക്കുക. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അകക്കാമ്പില്ലാത്ത കുഞ്ഞുങ്ങളായി രൂപപ്പെട്ടു വരുന്നത്. ഒരു ആത്മീയ ശിക്ഷണം ആ വീട്ടിൽ രൂപപ്പെടുത്തുവാൻ ആർക്ക് കഴിയുന്നു? അതുകൊണ്ടാ 12ാമത്തെ വയസ്സിൽ പള്ളിയിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് കാണാതെ പോയിട്ട് തിരിച്ച് ചെല്ലുമ്പോൾ അവിടുത്തെ ന്യായപ്രമാണം അറിയാവുന്ന റാബിമാരും പരീശന്മാരും അതിശയപ്പെടുക, ഈ കൊച്ചിന് ഇതിനെ സംബന്ധിച്ച് ഇത്രത്തോളം ജ്ഞാനം എവിടുന്ന് കിട്ടി? പ്രിയപ്പെട്ടവരെ, അതിൽ ഒരു ഘടകം ആരുടെ പരിശീലനം കൂടി കാണും? യൗസേപ്പ് പിതാവിൻ്റെ സാന്നിധ്യം കൂടി കാണുമെന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. ആ കുഞ്ഞിനെ ആ പിതാവ് അന്വേഷിക്കാൻ പഠിപ്പിച്ചത് മറ്റൊന്നുമല്ല. 105 സങ്കീർത്തനം 4-ാം വാക്യം അവിടെ പറയുന്നുണ്ട്, യഹോവയെയും അവൻ്റെ ബലത്തെയും തിരുവീൻ, അവൻ്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പീൻ. യഹോവയെയും അവൻ്റെ ബലത്തെയും തിരയുവീൻ. ഇത് തിരയാനാ ആര് പഠിപ്പിച്ചത്? യൗസേപ്പ്. യഹോവയെയും അവൻ്റെ ബലത്തെയും അന്വേഷിപ്പീൻ എന്ന്
കാണും. മാത്രമല്ല ഈ ന്യായപ്രമാണ പ്രകാരം ഈ അപ്പൻ എങ്ങനെ പഠിപ്പിച്ചു എന്ന് രേഖപ്പെടുത്തുന്ന വേദഭാഗമുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 27-ാം വാക്യം. യേശു എന്ന പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടുവന്നു. അപ്പൊ ന്യായപ്രമാണത്തിന്റെ മുഴുവൻ ചട്ടവട്ടങ്ങളും അവൻ പഠിച്ചത്, അവൻ മനസ്സിലാക്കിയത് ആരിൽ നിന്നാണ്? അവന്റെ അമ്മയപ്പന്മാരിൽ നിന്നാണ്. പ്രിയപ്പെട്ടവരെ ആ തച്ചൻ്റെ മകൻ എന്ന വിളിയിൽ അവൻ പ്രശംസയായിട്ട് കണക്കാക്കിയത്. ഇന്ന് നമ്മളെക്കുറിച്ച് പ്രശംസിക്കുവാൻ നമ്മുടെ മക്കൾക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. നമ്മുടെ ആത്മീയ ജീവിതം നമ്മുടെ മക്കളെ രൂപപ്പെടുത്തുന്നത് എങ്ങനെയാ? നമ്മുടെ പുരുഷന്മാരെ സംബന്ധിച്ച് ഓർത്ത് നോക്കിക്കേ, ഇതിപ്പോൾ ഒരു നോമ്പ് കാലഘട്ടമാണല്ലോ. സ്ത്രീകളെ സംബന്ധിച്ചായാലും ചിട്ടയായിട്ട് തിരുവചനം വായിക്കാൻ തുടങ്ങിയ എത്ര പേരുണ്ട്? വേദപുസ്തകം വായിക്കുന്ന എത്ര പുരുഷന്മാര് ചിട്ടയായിട്ട് എല്ലാ ദിവസവും ഈ നോമ്പ് കാലഘട്ടമാണല്ലോ ധ്യാനിക്കുന്ന എത്ര പുരുഷന്മാര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? നമ്മൾ നോർത്ത് നോക്കിക്ക്. വൈകുന്നേരം പ്രാർത്ഥിക്കാനായിട്ട് ഒരു ഇരിപ്പുണ്ട്, വാ തുറക്കത്തില്ല. ശ്രീപുത്തന് നിർവ്വാണം വന്നോണക്ക് ഒരു ഇരിപ്പാ. വേദപുസ്തകം ഒന്ന് തുറക്കുവോ? വേദപുസ്തകം തുറക്കുവോ? ഇല്ല. അഥവാ ആരെങ്കിലും ഒന്ന് തുറക്കുന്നുണ്ടെങ്കിൽ സങ്കീർത്തനം വായിച്ച് തൃപ്തി അടയും. ഇന്ന് നമ്മുടെ പുരുഷന്മാർ വേദപുസ്തകം എടുക്കുന്ന പുരുഷന്മാരായിട്ട് യൗസേപ്പ് പിതാവ് പഠിപ്പിക്കുക. ഇത് എന്തിനാ വീട്ടിൽ വെച്ചിരിക്കുന്നത്? ഇത് വെച്ച് ഞാൻ വേദപുസ്തകം കണ്ടു മരിച്ചു എന്ന് പറയാൻ വേണ്ടിയാണോ വീട്ടിൽ വെച്ചേക്കുന്ന വേദപുസ്തകം? ആണോ? കണ്ടു മരിക്കാൻ വേണ്ടിയാണോ? അല്ല. ഇത് ഞാൻ പഠിക്കണം. ഇത് പഠിച്ചിട്ട്, ഞാൻ വായിച്ചിട്ട്, ഞാൻ ധ്യാനിച്ചിട്ട് ഇത് ആർക്ക് പകർന്നു കൊടുക്കണം? ആർക്ക് പകർന്നു കൊടുക്കണം? മക്കൾക്കും കൊച്ചുമക്കൾക്കും പകർന്നു കൊടുക്കണം. പ്രായമായവർക്ക് ഒരു ധാരണയുണ്ട്, ഞങ്ങളുടെ മക്കൾ അങ്ങ് വളർന്നു പോയെന്ന്. ഇല്ല, ഈ സമയത്താ ഇപ്പോൾ ഈ 2 വീതം വളർത്തിക്കൊണ്ടിരിക്കുമല്ലേ. മക്കളെല്ലാം കൊച്ചുങ്ങളെ കൊണ്ടുവന്ന് ആരുടെ കയ്യിലോട്ടാണ് തരുന്നത്? ആരുടെ കയ്യിലോട്ടാണ് തരുന്നത്? വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചയുടെയും കയ്യിലാണ് തരുന്നത് അല്ലേ. ഇപ്പൊ കൊച്ചുമക്കളെ വളർത്തുന്ന സമയമാണ്. നടുവനക്കാൻ വയ്യ, മുട്ടുമടക്കാൻ വയ്യ. ആരെ വളർത്തുവാണ്? കൊച്ചുമക്കളെ വളർത്തുക. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ ഈ നോമ്പ് കാലത്ത് വിശുദ്ധ വേദപുസ്തകം എടുത്ത് വായിച്ച് ധ്യാനിക്കണം. എന്തിനു വേണ്ടിയാണെന്നറിയോ? നിങ്ങളുടെ തലമുറകൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇതിനെ കേവലമായ ഒരു തലമായിട്ട്, കേവലമായ ഒരു അംശമായിട്ട് നിങ്ങൾ കാണരുത്. അതിനപ്പുറത്ത് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഭാവം, ഏറ്റവും വലിയ ചിന്ത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആത്മീയമായൊരു സംസ്കാരം, ആത്മീയമായൊരു ജീവിത ശൈലി, ആത്മീയമായൊരു ഭാവം നിങ്ങളുടെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാൻ തിരുവചനം എടുക്കണം. പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ റീഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. എത്ര പേര് വിശുദ്ധ വേദപുസ്തകം കൃത്യമായി വായിക്കുന്നുണ്ട്, കൃത്യമായി ധ്യാനിക്കുന്നുണ്ട്, കൃത്യമായി ചിന്തിക്കുന്നുണ്ട്? നമ്മൾ ഓർത്ത് കൃത്യമായിട്ട് നമ്മൾ പത്രം വായിക്കും, വേദപുസ്തകം വായിക്കാറുണ്ടോ? ചിട്ടയായിട്ട് ഈ നോമ്പ് കാലമാണല്ലോ, ഒരു നോമ്പ് കാലം തുടങ്ങി. ഈ നോമ്പ് കാലത്ത് എത്ര പേര് ചിട്ടയായിട്ട് തിരുവചനമെടുത്ത് വായിച്ച് ദൈവസന്നിധിയിൽ ധ്യാനിക്കുന്നുണ്ട്? ഇത് പഠിക്കുന്ന മറ്റൊന്നിനും വേണ്ടിയല്ല, നിങ്ങൾ രൂപപ്പെട്ടതിന് മാത്രമല്ല, നിങ്ങൾ രൂപപ്പെടുത്തേണ്ട ഒരു തലമുറ കൂടി, നിങ്ങൾ മോൾഡ് ചെയ്യേണ്ട ഒരു തലമുറ കൂടി നിങ്ങൾക്ക് മുമ്പിലുണ്ട്. ഇതുകൂടി നമ്മൾ ഓർക്കണം. യൗസേപ്പ് പിതാവ് തൻ്റെ ജീവിതം കൊണ്ട് ചെയ്ത ഏറ്റവും വലിയ ധന്യതയായിട്ട്, ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് അവൻ ആത്മീയമായി രൂപപ്പെടുത്തുന്ന ഒരു മൂശയായിട്ട് ജീവിതം കൊണ്ട് മാറി എന്നുള്ളത്. ആ ചിന്ത എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. 4 അവൻ ശിക്ഷണത്തിൽ വളർത്തിയ പിതാവായിരുന്നു. ശിക്ഷണത്തിൽ വളർത്തിയ പിതാവായിരുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 51-ാം വാക്യം അവിടെ പറയുന്നുണ്ട്, പിന്നെ അവൻ അവരുടെ കൂടെ ഇറങ്ങി അവിടെ ചെന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ആർക്ക് കീഴടങ്ങിയിരുന്നു? മാതാപിതാക്കൾക്ക്. അനുസരണത്തോടെ എന്ന് പറഞ്ഞാൽ ഒരു ഡിസിപ്ലിൻ അവിടെ കാണുവാനായിട്ട് കഴിയും, ശിക്ഷണം അവിടെ കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഞാൻ പറയും, ഡിസിപ്ലിൻ ഈസ് ദ വേ ടു ദ ഡിസൈപ്പിൾഷിപ്പ്. ഡിസിപ്ലിൻ ഈസ് ദ വേ ടു ദ ഡിസൈപ്പിൾഷിപ്പ്. ശിഷ്യത്വത്തിലേക്കുള്ള വഴിയാണ് അച്ചടക്കം. മറന്നു കളയരുത്. ശിഷ്യത്വത്തിലേക്കുള്ള വഴിയാണ് അച്ചടക്കം. നമ്മൾ ഇന്ന് സ്നേഹം വാരിക്കോരി കൊടുക്കാറുണ്ട്, പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങളെ വേണ്ട രീതിയിൽ അവർക്കൊരു പേരൻഷിപ്പ് നമ്മൾ കൊടുക്കാറുണ്ടോ? എനിക്ക് തോന്നുന്നു കോമൺലി കാണുന്ന 2 തരം പേരൻഷിപ്പ് നമുക്കിടയിലുള്ളത്. ഒന്ന്, പാസീവായിട്ടുള്ളൊരു പേരൻഷിപ്പ്. കൊച്ചുങ്ങൾ എന്ത് ചെയ്താലും ഒന്നും മിണ്ടത്തില്ല. ഇതിൻ്റെ കുഴപ്പം എന്തറിയോ?
ഈ കൊച്ചുങ്ങളെ കൊണ്ട് ഏതെങ്കിലും വിരുന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ കൊച്ചുങ്ങളെ മുഴുവൻ അവരുടെ വീടാണ് അവർ ഭംഗിയായിട്ട് അലങ്കരിച്ചൊരുക്കി വെച്ചിരിക്കുന്നതായിരിക്കും. അവിടെ ചെന്ന് അവിടെ ഇരിക്കുന്ന അവർ ക്രമീകരിച്ച് വെച്ചിരിക്കുന്ന ഓരോന്നും വലിച്ചിടും. ഇത് വലിച്ചിടുന്ന കണ്ടു കഴിഞ്ഞാൽ ഈ അപ്പനും അമ്മയും വാ തുറക്കൂ, മിണ്ടത്തില്ല, ഇരിക്കും. അതിനുശേഷം പിന്നീട് എപ്പോഴേലും ഈ ഫാമിലി വരുന്നെന്ന് കേട്ടാൽ ആരുടെ ചങ്ക് തകരാൻ തുടങ്ങും? ആരുടെ ചങ്ക് തകരാൻ തുടങ്ങും? നമ്മൾ ചെല്ലുന്നെന്ന് കേൾക്കുമ്പോഴേ. കാരണം എന്താ? ഇത് രണ്ടെണ്ണത്തെ കൊണ്ടാ ചെല്ലുന്നത്. കൊച്ചുങ്ങളെ കാട്ടി കടുപ്പമാണ് ആര് മാതാപിതാക്കൾ. കാരണം എന്താ? പാസീവായിട്ട് കൊച്ചുങ്ങൾ എന്ത് ചെയ്താലും എന്ത് ചെയ്യത്തില്ല, അനങ്ങത്തില്ല, മിണ്ടത്തില്ല. പാസീവ് പേരൻഷിപ്പ്. മറ്റൊന്നുണ്ട്, അഗ്രസീവ് പേരൻഷിപ്പ്. കൊച്ചുങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത ഉടനെ ബെൽറ്റൂരി പുറത്തോട്ട് 4 വീശ, അല്ലേ? ക്രൂരമായി പീഡിപ്പിക്കുക. എനിക്ക് തോന്നുന്നു അക്കാര്യത്തിൽ കുറച്ചുകൂടെ മെടുക്കര് പഴയ അപ്പന്മാരായിരുന്നു തോന്നുന്നു, അല്ലേ? ക്രൂരമായി മർദ്ദിക്കുക, കെട്ടിയിടുക, വിശറിന്റെ കൂട് കൊണ്ടുവന്ന് കുടഞ്ഞിടുക, തല്ലുക, ബെൽറ്റ് വെച്ചടിക്കുക, ക്രൂരമായി നോപ്പിക്കുക. ഇപ്പോഴെങ്ങാണമായിരുന്നെങ്കിൽ ഇതെല്ലാം എവിടെ പോയനായിരുന്നു? ചൈൽഡ് ലൈൻകാർ കൊണ്ടുവന്ന് അന്നേരം പിടിച്ചെടുത്തുകൊണ്ട് പോയനായിരുന്നു. കാരണം ഇപ്പം ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് പിള്ളേർക്ക്. എന്താ, അപ്പൻ തല്ലി കഴിഞ്ഞാൽ വിളിച്ച് പറഞ്ഞേക്കണം കേട്ടോ. അതുകൊണ്ട് അപ്പനിപ്പം ചൂരൽ കാണിക്കത്തേ ഉള്ളൂ. അല്ല, ഇത് വീശാനുള്ള അധികാരം ആർക്കില്ല? അപ്പനില്ല. ചൂരൽ വീശാനുള്ള അധികാരം ഇല്ല. മറിച്ച് ചൂരൽ കാണിക്കാനുള്ള റൈറ്റ് മാത്രമേ ഉള്ളൂ. കണ്ണുരുട്ടാനേ പറ്റത്തുള്ളൂ. അതിനപ്പുറത്ത് പക്ഷെ നമ്മൾ ക്രിയേറ്റീവ് പേരൻഷിപ്പാണ് നമുക്ക് ആവശ്യം. തെറ്റേത്, ശരിയേത്, നന്മയേത്, തിന്മയേത്, ഇത് പറഞ്ഞു കൊടുക്കണം. ഇതാണ് ഒരു പേരൻഷിപ്പിന്റെ അടിസ്ഥാന വസ്തുത എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ, നമ്മുടെ മക്കൾ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ അവർക്ക് വേണ്ടത് പാസീവായിട്ടുള്ളൊരു സമീപനമല്ല. പാസീവായിട്ടൊരു സമീപനം അവരെ വികലതയിലേക്ക് നയിക്കും. അഗ്രസീവായാൽ അവർക്ക് ഡിപ്രഷൻ ഉണ്ടാകും, അവരടിച്ചമർത്തപ്പെടും. എന്നാൽ ക്രിയേറ്റീവായിട്ടുള്ള വേണം ഇടപെട്ടാൽ അവർക്ക് എന്താ സംഭവിക്കുന്നത്? ജിംറോൺ എന്ന് പറയുന്ന ചിന്തകൻ പറയുന്ന ഇതാണ്: ഡിസിപ്ലിൻ ഈസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഗോൾസ് ആൻഡ് അക്കംപ്ലിഷ്മെന്റ്. ഡിസിപ്ലിൻ ഈസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഗോൾസ് ആൻഡ് അക്കംപ്ലിഷ്മെന്റ്. നല്ല അച്ചടക്കം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാൽ അവർക്ക് ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എഫേസ്യ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യം ഇവിടെ പറയുന്നു: പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവീൻ. നമുക്ക് കാണാൻ കഴിയും ക്രിയേറ്റീവ് പേരൻഷിപ്പ്. എഫേസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യം. ക്രിയേറ്റീവായിട്ടുള്ള ഒരു പേരൻഷിപ്പ് നമുക്കവിടെ കാണാൻ കഴിയും. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ, അവരെ വേദനിപ്പിക്കാതെ, കർത്താവിൻ്റെ ബാലശിക്ഷ, അവരെ ശിക്ഷിക്കണം, പണിഷ്മെന്റ് കൊടുക്കണം. അതിന് പറയുന്ന പേര് ബാലശിക്ഷ എന്ന. അവൻ്റെ മനസ്സിൽ മുറിവേൽപ്പിക്കാതെ അവന് തെറ്റിനെ പറ്റിയും ശരിയെ പറ്റിയുള്ള ബോധ്യം കൊടുക്കണം. പഥ്യോപദേശത്തിൽ അവരെ എങ്ങനെ വളർത്തണം? പോറ്റി വളർത്തുവാൻ തക്കവണ്ണം നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. ഈ ഒരു ബോധ്യം എപ്പോഴും ഉണ്ടാകണം. അതുകൊണ്ടാണ് ഈ തച്ചനായ യൗസേപ്പ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, തച്ചനായ യൗസേപ്പ്. അതിൽ പിന്നെ യൗസേപ്പ് സംവിധായകൻ്റെ സങ്കല്പമാണ്, സംവിധായകൻ്റെ ഇമാജിനേഷനാണ്. അതിനകത്ത് യൗസേപ്പ് യേശുവിനെ ഈ തടിപ്പണി പഠിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. നമ്മൾ പറയും ചിന്തയിലിടുക എന്ന് പറയും, അല്ലേ? ഇപ്പം ഈ സാധനം കാണാനില്ല. പണ്ട് മെഴുകൊക്കെ പുരട്ടി ഇത് ചിന്തയിലിടുന്ന കാഴ്ച ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ ഇത് തടി മൊത്തത്തിൽ എവിടെ കൊണ്ടുപോവുക? അങ്ങ് മെഷീനിൽ കൊടുത്ത് വൃത്തിയാക്കി എടുക്കുന്ന. പണ്ട് ഇത് ആശാരിമാർ കുത്തിയിരുന്ന് ചിന്തയിലിട്ട് അപ്പോൾ രാവിലെ വന്ന് വൈകുന്നേരം വരെ ആകും ഒന്ന് ചിന്തയിലിട്ട് പോകുമ്പോൾ. അതുകൊണ്ട് ഈ മടി പിടിച്ച് പണി നടക്കാതിരിക്കുന്ന പരിപാടിക്ക് തന്നെ പറയുന്ന പേരെന്താ? ചിന്തയിലിട്ടുകൊണ്ടിരിക്കുക എന്ന് പറയും, അല്ലേ? രാവിലെ മുതൽ വൈകുന്നേരം വരെ. അപ്പോൾ ഈ ചിന്തയിലിടുന്ന പണി യേശുവിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന രംഗമുണ്ട്. അപ്പോൾ ഇത് യേശുവിൻ്റെ കയ്യിലോട്ട് ആ ചിന്തയിലൂളി അങ്ങോട്ട് കൊടുത്തപ്പം സർവ്വബലവും പ്രയോഗിച്ചുകൊണ്ട് ആദ്യം അങ്ങോട്ട്. അപ്പം നീങ്ങുന്നില്ലെന്ന് മാത്രമല്ല, ഈ ബ്ലേഡ് തടിയിലൊക്കെ, ഈ ഉളി തടിയിലൊക്കെ ഉടക്കിയിട്ട് തടി വികൃതമാകാൻ തുടങ്ങി. അപ്പോൾ യൗസേപ്പ് പറഞ്ഞു കൊടുക്കുകയാണ്, അധികം ബലമൊന്നും അതിൻ്റെ പുറത്ത് പ്രയോഗിക്കേണ്ട, വളരെ സോഫ്റ്റായിട്ട് കൊണ്ടുപോകേണ്ട ഒന്നാണ് എന്ത്? ചിന്ത. അപ്പം യേശു തമ്പുരാൻ
ആ സിനിമയിലെ രംഗമാണ്. യേശു തമ്പുരാൻ യൗസേപ്പിന്റെ മുഖത്തോട്ട് നോക്കി ഒന്ന് ചിരിച്ചു. അതിനുശേഷം അപ്പൻ പറഞ്ഞു കൊടുത്തതുപോലെ അത് ചെയ്യാൻ തുടങ്ങി. അപ്പൻ പറഞ്ഞു കൊടുത്തതുപോലെ അത് ചെയ്യാനായിട്ട് തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത ഇതാ. ചില തിരുത്തലുകൾ നമ്മുടെ മക്കൾക്ക് തിരുത്തലുകൾ നൽകുമ്പോൾ തിരുത്തലുകൾ നൽകുവാൻ അതുകൊണ്ടാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യത്തിൽ പറയുന്നത്, യേശുവിനെ പറ്റി പറയുന്ന, അവൻ സകലതും നന്നായി ചെയ്തു. യേശുവിനെ പറ്റി പറയുന്ന വാക്യമാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യം. അവിടെ എന്താ പറയുന്നത്? അവൻ സകലവും നന്നായി ചെയ്തു. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾക്ക് സന്തോഷം ഉണ്ടാകുന്ന എപ്പോഴാ? മക്കളെല്ലാം നന്നായി ചെയ്യുമ്പോഴാ. യേശു തമ്പുരാൻ എല്ലാം ചെയ്തത് എങ്ങനെയാണ്? നന്നായാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ആ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കേണ്ടത്. പ്രത്യേകിച്ച് 12-ാമത്തെ വയസ്സ് ദേവാലയത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഈ അപ്പൻ തിരിച്ചു ചെല്ലുമ്പോൾ ചെന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ആലയത്തിൽ ഇരിക്കേണ്ടവനല്ലോ. സാധാരണ ഒരപ്പനാണ് നിരാശപ്പെട്ടു വരേണ്ടതാ, അല്ലേ? പക്ഷേ യൗസേപ്പ് വളരെ സംയമനത്തോടെ ആത്മനിർവൃതിയോടെയാണ് തിരിച്ചു മടങ്ങുന്നത്. അതിന്റെ കാരണം എന്താണെന്നറിയാവോ? കാരണം എന്താ? യഥാർത്ഥ ദൗത്യബോധത്തിലേക്ക് ആ കൊച്ചിനെ വളർത്തിയെടുക്കാനായിട്ട് ആർക്ക് കഴിഞ്ഞു? യൗസേപ്പ് പിതാവിന് കഴിഞ്ഞു. ദിശാബോധം നൽകുന്നതാണ് അച്ചടക്കം. അച്ചടക്കം ഇല്ലാത്തവന് ദിശാബോധം കാണത്തില്ല. ക്രിസ്തു ക്രൂശിലേക്ക് യാത്ര ചെയ്തുവെങ്കിൽ, അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ, ആ ദിശാബോധത്തിലേക്ക് രൂപപ്പെടുത്തിയ ഒരു വലിയ അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് ദിശാബോധം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എങ്ങോട്ട് പറയണം, കൺഫ്യൂഷനാ. നമുക്കറിയാം, ഈ ശമൂവേൽ ബാലൻ വളർന്നത് ആരുടെ കൂടെ ഇന്ന ഏലി പുരോഹിതൻ്റെത്. ഈ സമയത്താണ് ശമൂവേൽ ബാലൻ ഉറങ്ങുമ്പോൾ അവന് മിസ് കോൾ വന്നു, അല്ലേ? മിസ് കോൾ വന്നപ്പോൾ സാധാരണഗതി നമ്മുടെ പിള്ളേരാണ് എന്ത് ചെയ്യും? കോൾ അറ്റൻഡ് ചെയ്യും. പക്ഷേ സ്ട്രെയിഞ്ച് കോളാണ് വന്നത്, സ്ട്രെയിഞ്ച് മിസ് കോളാണ് വന്നത്. ശമൂവേൽ ബാലൻ എങ്ങോട്ടോടി? പേരൻറ്റിൻ്റെ അടുത്തോട്ട് ഓടി. ഏലി പുരോഹിതൻ്റെ അടുത്തോട്ട് പോയി ചോദിച്ചു, ദാണ്ട് ഇതുപോലൊരു കോള് വന്നിട്ടുണ്ട്, എന്താ ഞാൻ ചെയ്യേണ്ടത്? അപ്പം ഏലി പുരോഹിതൻ, നീ ഉറക്ക ചെവിത്ത പറയാ, നീ പോയി കിടന്നാട്ട്. അപ്പം അവൻ്റെ ഉള്ളിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടായപ്പോൾ അവൻ ഓടിച്ചെന്ന് എവിടെ ചെന്ന? ഇന്ന് നമ്മുടെ മക്കൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുമ്പോൾ നമ്മുടെ അടുത്ത് ഓടി വരാറുണ്ടോ? ദിശാബോധം കൊടുക്കുന്ന മാതാപിതാക്കളുടെ അടുക്കിലേക്ക് ആര് വരും? കൊച്ചുങ്ങൾ ഓടിയെത്തും. വീണ്ടും മിസ് കോൾ വന്നു. 2 കോൾ വന്നാൽ ഇപ്പൊ കൂടെ അങ്ങ് പോകുന്ന കാലമാ, അല്ലേ? 2 മിസ് കോൾ വന്നാൽ കൂടെ പോകുന്ന കാലമാ. 2ാമത്തെ കോൾ വന്നപ്പോഴും ശമൂവേൽ ബാലൻ ചെയ്ത് എന്താ? ഏലി പുരോഹിതന്റെ അടുത്ത് വന്നു. ഇപ്രാവശ്യം പറഞ്ഞു, എന്താ ഇത് എടുക്കാൻ പറ്റുന്ന കോളാ. ഏലി പുരോഹിതന് തോന്നി ഇതെടുക്കാൻ പറ്റുന്ന കോളാ. പറഞ്ഞു, അടുത്തതിന് റിപ്ലൈ കൊടുക്കണം, അരുളി ചെയ്യണമേ കേൾക്കും. അവൻ്റെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടായപ്പോൾ ദിശാബോധം കൊടുക്കുന്ന ഒരു പേരൻഷിപ്പ് നമുക്കവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് സദൃശവാക്യങ്ങൾ 13-ാം അധ്യായം 1-ാം വാക്യം, ജ്ഞാനമുള്ള മകൻ അപ്പന്റെ പ്രബോധന ഫലം. ജ്ഞാനമുള്ള മകൻ അപ്പന്റെ ശിക്ഷണത്തിൽ അപ്പം വളർത്തിയാൽ ജ്ഞാനമുള്ള മക്കൾ രൂപപ്പെടും. പ്രിയപ്പെട്ടവര്, സദൃശവാക്യങ്ങൾ 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുകയാണ്, ജ്ഞാനമുള്ള മകൻ അപ്പന്റെ പ്രബോധന ഫലം. പ്രിയപ്പെട്ടവരെ, ആ യൗസേപ്പ് പിതാവിന്റെ പിതൃത്വം സാഫല്യം അടയുന്ന എപ്പോഴാണെന്നറിയാവോ? ശരിക്കും സാഫല്യം അടയുന്ന എപ്പോഴാണെന്നറിയാവോ? ഞാൻ പറയും, കുരിശിന്റെ ചോട്ടിൽ ആ സെഞ്ചൂറിയൻ ശതാധിപൻ നിൽക്കുമ്പോൾ ശതാധിപൻ പറയുന്നുണ്ട്, ഇവൻ സത്യമായിട്ടും ദൈവപുത്രനായിരുന്നു. ഒരപ്പൻ ഈ ലോകത്ത്, സത്യം പറഞ്ഞാൽ യൗസേപ്പ് പിതാവ് ലോകത്ത് നിന്ന് കടന്നുപോയി, പക്ഷെ അദ്ദേഹത്തിന്റെ പിതൃത്വം ഏറ്റവും അധികം ശോഭിച്ചത് ആ നിമിഷമാണ്. കാരണം എന്താ? ആ ദൈവിക ദൗത്യമാണ് എങ്കിലും തന്നെ ഏൽപ്പിച്ചൊരു വലിയ ദൗത്യത്തിലേക്ക് ക്രിസ്തുവിനെ നയിക്കുവാൻ ഒരപ്പൻ എന്ന നിലയിൽ രൂപപ്പെടുത്തിയവനായിരുന്നു ആര്? യൗസേപ്പ്. നമ്മുടെ മക്കത്ത ഇന്നടുത്ത് ഇന്നാരം മകൻ, അവൻ ദൈവമകനാണ്, ദൈവമകളാണ്. ഇവിടെയാണ് ഒരു പിതൃത്വം ശരിക്കും സാഫല്യമടയുന്ന ഒരു തലം ഉണ്ടാകുന്നത്. നമ്മൾ ഓർക്കുക, ശിക്ഷണം ഒരു തെറ്റല്ല, അത് കുഞ്ഞുങ്ങളെ വിഷമിപ്പിക്കത്തില്ല, പക്ഷെ അത് നിർവഹിക്കേണ്ട രീതിയുണ്ട്. അതുകൊണ്ട് സദൃശവാക്യങ്ങൾ 13-ാം അധ്യായം 24-ാം വാക്യം,
വടി ഉപേക്ഷിക്കുന്നവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലേ അവനെ ശിക്ഷിക്കുന്നു. ചെറുപ്പത്തിലേ അവനെ ശിക്ഷിക്കുന്നു. 13-ാം അധ്യായം 24-ാം വാക്യം. അപ്പോക്കാലിപ്റ്റിക്കൽ ലെറ്റേഴ്സിൽ യൗസേപ്പ് പിതാവിനെ പറ്റി ക്രിസ്തു പറയുന്ന ഒരു വാചകമുണ്ട്. അപ്പോക്കാലിപ്റ്റിക്കൽ ലെറ്റേഴ്സിൽ പറയുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഓർമ്മ നിങ്ങൾ കൊണ്ടാടണം. യൗസേപ്പ് പിതാവിനെ പറ്റി ക്രിസ്തു കൊടുക്കുന്ന ഒരു പാരമ്പര്യ പഠിപ്പിക്കലായിട്ടാണ് അപ്പോക്കാലിപ്റ്റിക്കൽ ലെറ്റേഴ്സിൽ പറയുന്നത്. എന്താ അവിടെ പറയുന്നത്? എൻ്റെ പിതാവായ യൗസേപ്പിൻ്റെ ഓർമ്മ നിങ്ങൾ നിർവഹിക്കണം. ഞാൻ തുടങ്ങിയിടത്തേക്ക് മടങ്ങാൻ പോവുക. എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയം അവസാനിക്കാനായിട്ട് പോകുന്നു. തുടങ്ങിയിടത്തേക്ക് മടങ്ങാൻ പോവുക. ആ തുടക്കത്തിൽ ആ പഴയ പെട്ടിയിൽ നിന്ന് ചിതലരിച്ച ഒരു രൂപം എടുത്തായിരുന്നു, അല്ലേ? ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. നമ്മുടെ മക്കൾക്ക് ആ യോഗമില്ല. കാരണം ഇപ്പോഴത്തെ ഒരു ഫോട്ടോയും എന്തെടുക്കാൻ സാധ്യതയില്ല. കാരണം അത് കഴിച്ചാൽ ചെതല് ചത്തുപോകും. അതുകൊണ്ട് ഒരിക്കലും എന്തെടുക്കേണ്ട വരത്തില്ല, ചിതലെടുക്കേണ്ടി വരത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഫോട്ടോയൊക്കെ നമ്മുടെ അടുത്ത തലമുറ എടുക്കുമ്പം ക്ലിയറായിട്ടായിരിക്കും എടുക്കുന്നത്. പക്ഷേ അവൻ്റെ ഹൃദയത്തിലെ നമ്മുടെ ചിത്രം എങ്ങനെയായിരിക്കും? ഈ എടുക്കുന്ന മനുഷ്യനെടുത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ചെതലരിച്ചതായിരുന്നു. പക്ഷേ എടുത്ത പ്രായം ചെന്ന മകന്റെ ഉള്ളിൽ അപ്പനെ കുറിച്ചുള്ള ചിത്രം ചിതലെടുത്തായിരുന്നു? ഇല്ല. അടുത്ത തലമുറ, എൻ്റെ നിങ്ങളുടെ മക്കളെ കുറച്ചു കാലം കഴിയുമ്പം നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോൾ ചിതലരിച്ച ഒരു രൂപമാണോ എടുക്കാനായിട്ട് ഉള്ളതെന്ന് നമ്മൾ സാവധാനം ഒന്ന് ചിന്തിച്ചേ. അങ്ങനെ ആവാതിരിക്കാൻ ഒന്ന് ബോധ്യം കൊണ്ട് വേണം ഈ ലോകത്ത് നിൽക്കാൻ. ആലോചനകളൊക്കെ ആരോട് കൂടി ആലോചിക്കണം? ദൈവത്തോട്. 2, പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാം. ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം ചെയ്യണം. ഓരോരുത്തരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടത്. അതുകൊണ്ടാ പ്രസൻസ് ഈസ് ദ എസൻസ് ഓഫ് ലൈഫ് എന്നുള്ള വലിയ ബോധ്യം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. 3, ഒരു കുടുംബത്തെയും സമൂഹത്തെയും ആത്മീയമായി രൂപപ്പെടുത്താനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. 4, ശിക്ഷണത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ ശതാധിപൻ യേശുവിനെ പറ്റി പറഞ്ഞ വാക്കുകൾ നമ്മുടെ മക്കളെക്കുറിച്ച് ആർക്ക് കേൾക്കാൻ പറ്റും? നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മുടെ മക്കളുടെ ഹൃദയത്തിലെ മാതാപിതാക്കളെ കുറിച്ചുള്ള ചിത്രം ഒരിക്കലും എന്തരിച്ചു പോകത്തില്ല, ചിതലരിച്ചു പോകത്തില്ല. പ്രിയപ്പെട്ടവരെ, ചിതലിരിക്കാത്ത അപ്പൻ്റെ രൂപങ്ങളും മക്കളെക്കുറിച്ചുള്ള നല്ല ബോധ്യങ്ങളും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറയായി തീരട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.